പറയാം. എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുകയാണ്. താഴെ ഇരിക്കുന്ന ഞങ്ങളുടെ ഓഡിയൻസിലിരിക്കുന്ന പ്രഗത്ഭന്മാരായ എല്ലാവരെയും ഈ പ്രഭാതത്തിൽ ഞങ്ങൾ വിവിധ ടൈം സോണിലാണെങ്കിലും നമ്മൾ ഇന്ത്യൻ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഗുഡ് മോർണിംഗ് പറയുന്നു, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു വിഷയം കാലിക പ്രസക്തമായ ഒരു വിഷയമാണ്. കഴിഞ്ഞ 2000 വർഷമായി ഇതിനകത്ത് അപ്പക്രഫ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന അഡീഷണലായി നമ്മുടെ അത് 1-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ യഹൂദന്മാർക്കോ അല്ലെങ്കിൽ പിന്നീട് വന്ന ക്രൈസ്തവർക്കോ അങ്ങനെ ഒരു വിവേചനമില്ലായിരുന്നു. ഇത് കാനോനികമല്ല എന്നൊരു തീരുമാനമൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് എന്നാൽ പുതിയ നിയമങ്ങളിലായി 66 പുസ്തകങ്ങൾ ഇതിനെപ്പറ്റിയുള്ള സൂചനകൾ ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഈ അപ്പക്രഫ ഗ്രന്ഥങ്ങളെ സൂചിപ്പിക്കുന്ന ഭാഗങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഈ മെയിനായിട്ട് 73 അല്ലെങ്കിൽ മറ്റ് അതിനകത്ത് അഡീഷണൽ ഇപ്പം ഷിബിച്ചാനെ പോലെയുള്ളവർ ഹോൾഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ അക്കോവ പാരമ്പര്യ സഭകളൊക്കെ ഹോൾഡ് ചെയ്യുന്നത്, ഇതിലും കുറേ കൂടെ പുസ്തകങ്ങൾ ഉള്ളതായിട്ടാണ് എൻ്റെ അറിവ്. അപ്പം നിങ്ങൾ ഇന്നത്തെ ഇതിൻ്റെ പ്രാധാന്യത എന്ത്? ആധുനിക യുഗത്തിൽ വിജ്ഞാനം വിരൽത്തുമ്പിലായ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ഇതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? കാനോനികമാണോ? ദൈവിക തിരുവെഴുത്തുകളാണോ എന്ന് മനുഷ്യന് അറിയണം. അറിവ് നമുക്ക് ഉണ്ടാകണം. അപ്പോൾ ഇത്തരത്തിലുള്ള അറിവ് പകരേണ്ടതിനാണ് നമ്മൾ ഈ കോൺക്ലേവ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വിമർശനങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ ചർച്ചകൾ നടക്കട്ടെ, നല്ല ചർച്ചകൾ നടക്കട്ടെ. നമ്മുടെ പ്രഭാഷകരെല്ലാം നല്ല ഈ വിഷയത്തെക്കുറിച്ച് അറിവുള്ളവരാണ്. അപ്പം നിങ്ങൾക്കും ഇതിനകത്ത് ഭാഗവാക്കാകാം. ഈ ചർച്ച ഇവിടെ വലിയൊരു വിജയമായി തീരും. ഇത് നിങ്ങളുടെ എല്ലാ അറിവുകളും ഇവിടെ പങ്കുവെക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഈ വിഷയത്തെക്കുറിച്ച്. അതുകൊണ്ട് ടോമസ് അച്ചാനും മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ 66 പുസ്തകം ഹോൾഡ് ചെയ്യുന്നവർ, ഇതിനകത്ത് അപ്പക്രഫ ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഒരുപാട് സൂചനകൾ പല ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് അത് മറന്നേക്ക് പുറത്തു വരുന്നില്ല? ആ ഗ്രന്ഥങ്ങൾ എവിടെയാണ്? അത് എവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്? ഏത് ലൈബ്രറിയിലുണ്ട്? സമ്മതി എന്ന് പറയുന്ന, അതുപോലെ തന്നെ ഈ പറയുന്നത് ചാവുകട ചുരുളിൽ ഇന്ന് കിട്ടിയിട്ടുണ്ടോ? അതുപോലെ നഹമ്മദി ലൈബ്രറി അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകളാണ് ഇവിടെ നടക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ നിറസാന്നിധ്യം ഉണ്ടാകണം. അറിവ് നിങ്ങൾ ആ കാര്യത്തിനകത്ത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ, വിമർശന ബുദ്ധിയോടെ ഇരിക്കുന്നവർ വിമർശന ബുദ്ധിയോടെ, എങ്കിൽ അറിവിന് വേണ്ടി മനസ്സിലാക്കാനിരിക്കുന്നവർ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നല്ല ചർച്ചകൾ നടക്കട്ടെ. എല്ലാവരെയും ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുന്നു. ഇതിന് ഈ റൂം എങ്ങനെ കണ്ടക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു കൃപയായിരുന്നു ഈ ഒരു കണ്ടക്ട് ചെയ്യാൻ അനുവദിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം നിറസാന്നിധ്യം ഇവിടെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു എവരിബഡി. താങ്ക് യു. നമുക്കൊരു വിഷയം, ടോപ്പിക്കിനെ കുറിച്ച് ടോംസി ചോദിച്ചതിന് ഉത്തരമായിട്ടാണ് ആശൻ പറഞ്ഞത്. നമുക്കിനി ജെറോം സാർ ആമുഖമായിട്ട് പറയാം. ആരംഭിച്ചു. ഇത് ചർച്ച, ഇതേപോലുള്ള ചർച്ചകൾ കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന നിങ്ങൾക്ക് ഓക്കെ, നല്ല കാര്യം. പക്ഷെ ഇത് മാത്രമല്ല, ഓരോ പുസ്തകങ്ങളെ പറ്റിയും, അതായത് ഖുർആനായിരുന്നാലും അങ്ങനെ രാമായണമായാലും ഭാഗവതമായാലും ഇതിന്റെയും കാനോനൈസേഷൻ, അത് ഇത് എവിടുന്ന് വന്നു, എന്ത് വന്നു, ഇതേപോലെ ചർച്ച മുമ്പോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്കളുടെ ആശംസകൾക്ക് നന്ദി. നമുക്ക് ഷിബിച്ചായ ഫ്രീ ആയോ? 10 മിനിറ്റ് ആയോ എന്നറിയില്ല. മീൻവൈൽ മറ്റാർക്കെങ്കിലും മൈക്ക് എടുക്കണമെങ്കിൽ മൈക്കെടുത്ത ആശംസകൾ പറയാം. കോൺക്ലേവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആമുഖമായി രേഖപ്പെടുത്താം. അല്പസമയത്തിനകം ഷിബിച്ചാൻ ഫ്രീ ആവും. അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് ഒരു ആമുഖമായിട്ട് ഒരു ക്ലാരിറ്റി തരും. നമുക്ക് വെയിറ്റ് ചെയ്യാം. മീൻവൈൽ ആർക്കെങ്കിലും മൈക്ക് എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. 66 പുസ്തകം മൊത്തം വായിച്ചിരുന്നിട്ടില്ല, പിന്നെ 72ന്റെ കാര്യം പറയാം, അതുകൊണ്ട് ഞാൻ വിട്ടു. അല്ലല്ല, താങ്കൾക്കൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ് കോൺക്ലേവ് ആണ്. ഇല്ല, നമുക്ക് ഞാൻ പറഞ്ഞ 62 പുസ്തകം തന്നെ ഇതുവരെ വായിച്ചു തീർന്നിട്ടില്ല, പിന്നെ 72. അതുകൊണ്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഈ 62 അല്ലാതെ തന്നെ മറ്റു രേഖകളും ഇതിനകത്ത് വിടുന്നുണ്ട്. അതൊക്കെ ഇന്ന് കോൺക്ലേവിൽ പറയും. തീർച്ചയായിട്ടും അതാണ് ഞാൻ കേൾക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. ഓക്കെ, YDF പറഞ്ഞോളൂ. ജോൺ ജി, എന്താണ് ചോദ്യം? ചോദ്യമല്ല, നമ്മൾ കോൺക്ലേവ് ജസ്റ്റ് ആരംഭിച്ചാണ്. ആശംസകളൊക്കെ ആളുകൾ പറഞ്ഞു വരുവാണ്. വിഷയാവതരണത്തിലേക്ക് ഷിബിച്ചാൻ ഉടനെ റെഡി ആകുന്നുണ്ട്. ഒരുപാട് ഡെലിഗേറ്റ്സ്, ഷിബിച്ചാൻ മാത്രമല്ല ഒട്ടനവധി പ്രതിനിധികൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ സാർ അയാൾക്ക് മലയാളം വായിക്കാൻ അറിയുന്നില്ല, അപ്പൊ ടോപ്പിക് പറഞ്ഞു കൊടുക്കാം. ടോപ്പിക്ക് താങ്കൾക്ക് വായിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ഇംഗ്ലീഷിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തോളൂ. മലയാളം കേട്ടാ മനസ്സിലാവും. അപ്പോക്രിഫ, താത്വിക അവലോകനം, അതാണ് ഇവിടെ. ഇത് എന്റെ സ്റ്റാൻഡ് ഞാൻ പറയാം. എല്ലാ ക്രിസ്ത്യാനികളും അപ്പോക്രിഫ ബുക്ക് വായിക്കണം. ബിക്കോസ് അത് വായിച്ചാലാണ് ഈ മലാക്കി തൊട്ട് പിന്നെ യേശുക്രിസ്തു ജനിക്കുന്ന വരെയുള്ള പൊളിറ്റിക്കൽ സിനാരിയോ, ആ പൊളിറ്റിക്കൽ പ്ലേയേഴ്സ് ആരാണ്, എങ്ങനെയാണ് സതീശന്മാരുണ്ടായത്, സതീശ് എങ്ങനെയാണ് ഉണ്ടായത്, എന്തൊക്കെയാണ് അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ. പിന്നെ ദാനിയൽ പ്രവചിച്ച കുറെ പ്രവചനങ്ങൾ അവിടെ പൂർത്തീകരിക്കണം. ഈ ശരിക്കും വേൾഡ് ഹിസ്റ്ററിയുടെ ഒരു സ്നാപ്ഷോട്ട് ആയിട്ട് തന്നെയാണ് വായിക്കുന്നത്. ഒത്തിരി ഉണ്ട് കേട്ടോ. ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് 1/3 ഓഫ് ദ ബൈബിൾ. ഈ പ്രൊട്ടസ്റ്റന്റ്സും പെന്തക്കോസ്ത് ആൾക്കാരും they are like idiots not to read the full Bible.
അല്ല, നമ്മുടെ ക്ഷമിക്കാൻ വരുന്നതിനും വരെ താങ്കളൊന്ന് പറഞ്ഞു എന്താണ് അപ്പോക്രിഫയെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്ന് പറഞ്ഞു കേൾക്കാം. പറയട്ടെ ഇടയ്ക്ക് കയറല്ലേ, ചുമ്മാ ഇങ്ങനെ ഞാൻ അദ്ദേഹത്തിന് ട്രിഗർ ചെയ്തതല്ലേ, അദ്ദേഹം പറയാൻ വേണ്ടി ഒന്ന് ഉത്സാഹിപ്പിച്ചല്ലേ. രണ്ട് ഹിഞ്ച് പോയിന്റ്. നമ്മുടെ ഒരു വേൾഡ് വ്യൂ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ കറക്റ്റ് വേൾഡ് വ്യൂ നമുക്ക് അറിയത്തുള്ളൂ. അതാണ് സാധാരണ ഈ 1 വർഷം 2 വർഷം വിശ്വാസത്തിൽ വന്ന ഈ പെന്തക്കോസ്റ്റൽ പാസ്റ്റർ കളിക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് തോന്നും. വിവരം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവരെ ഗൈഡ് ചെയ്യണം. രണ്ടും ഇല്ലായിരിക്കും. പരിശുദ്ധാത്മാവ് കിട്ടിയിട്ടും കാണത്തില്ല, അഭിനയിച്ച് കുറേണ്ട ഇറങ്ങിയിടും. അപ്പം അവരൊക്കെ ഈ അപ്പോക്രിഫ വായിക്കണം. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ ദാനിയേൽ കുറെ പ്രവചിക്കുന്നുണ്ട്, കുറെ വെരി ആക്യുറേറ്റ്. അപ്പം ബിലീവ് ഇൻ ദി ബിബ്ലിക്കൽ ഫ്രെയിംവർക്ക്, ഗോഡ് ഇസ് കൈൻഡ് ഓഫ് കൺസേൺഡ് അബൌട്ട് ദി പവർ സ്ട്രക്ചേഴ്സ്. അപ്പം അത് എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്, അപ്പൊ യേശുക്രിസ്തുവിന്റെ സമയമാകുമ്പോൾ എങ്ങനെയാണ് ആ റോമൻ എംപയർ അവിടെ വരുന്നത്. അത് ദാനിയേലിന്റെ ഒരു നല്ലൊരു പ്രവചനമുണ്ട്. ഈ നാല് ഫേസ് ആയിട്ട് എങ്ങനെയാണ് ഈ രാജ്യങ്ങൾ വന്ന് ജെറുസലേമിന്റെ ചുറ്റും നമ്മൾ ഇപ്പോഴും ശരിക്കും കാണുന്നുണ്ട്. നമ്മൾ കണ്ടതല്ലേ ഈ 2-3 ആഴ്ച മുമ്പേ ഫ്രാൻസ് ഇസ്രായേലിന്റെ എഗൻസ്റ്റ് മൂവ് ചെയ്ത് തുടങ്ങി. ഓൾമോസ്റ്റ് UK ഇന്നലെ ഒരു news ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ കാലത്തെ കുറിച്ച് പറയുമ്പോൾ അതിനെ കുറിച്ച് പറയാം. നമുക്ക് ഇപ്പോഴത്തെ കാലത്തെ കുറിച്ച് പിന്നെ സംസാരിക്കാം. അവിടെ യേശുക്രിസ്തുവിന്റെ കാലത്ത് എന്താണ് പൊളിറ്റിക്സ്, യേശുക്രിസ്തു എന്താണ് പൊളിറ്റിക്സ് കൊണ്ടുവന്നത് Point ഇതാണ്. ടൈം ഫ്രീ ആയെന്ന് തിരക്കണേ. God is concerned. God is concerned. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. God is definitely concerned about what is happening in this world. അപ്പം നമ്മൾക്ക് അങ്ങനത്തെ ഒരു ദൈവത്തിനെ പറ്റിയുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ അപ്പോക്രിഫ ഒക്കെ വായിച്ച് അത് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മണ്ടന്മാരായിട്ട് ജീവിക്കാം. നിങ്ങളുടെ ചോയ്സ്. അല്ല, എന്താണ് യേശുക്രിസ്തു വന്ന അന്ന് ആ സമയത്ത് പൊളിറ്റിക്സ്, യേശുക്രിസ്തു എന്തോ പൊളിറ്റിക്സ് ചോദ്യോത്തരവേളയല്ല. വരെ ഒരു എന്താ പറയാ എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ എന്ന് ഞാൻ ചോദിച്ചത് മാത്രം. അത്ര അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ട് ഒരു തവണ പറഞ്ഞു. അങ്ങനെ ഒരു ബുക്സ് ഉണ്ടെന്ന് ടോംസിക്ക് അറിയാമോ, മക്കാബീസ് എന്നൊക്കെ പറഞ്ഞ്? എന്റെ ജോൺ ജിമ്മെ എനിക്കറിയില്ല. പക്ഷെ യേശുക്രിസ്തു എന്താണ് പൊളിറ്റിക്സ് അവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചത്? താങ്കൾ പറഞ്ഞു യേശുക്രിസ്തു വന്നതിന്റെ പൊളിറ്റിക്സ്. ടോംസി തന്നെ എനിക്ക് പിടിയിട്ടില്ല എന്താണ് പൊളിറ്റിക്സ് എന്നുള്ളത്. താങ്കളൊന്ന് പറയാം. ഓൾമോസ്റ്റ് ഒരു കിളവനായി, ലൈക്ക് ഓൾമോസ്റ്റ് 50 വയസ്സൊക്കെ കഴിക്കില്ല, എന്നിട്ടും ബേസിക് നോളജ് അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ടോംസിക്ക്. ദാറ്റ്സ് ഓക്കെ ജിമ്മെ. ഞാൻ കളവനാണോ ചെറുപ്പക്കാരനാണോ താങ്കളല്ലേ തീരുമാനം. യേശുക്രിസ്തു എന്ത് പൊളിറ്റിക്സ് ആണ് കൊണ്ടുവന്നത്, അല്ലെ പൊളിറ്റിക്സ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്? ജസ്റ്റ് ടോംസിയുടെ അണ്ടർസ്റ്റാൻഡിംഗ് വേണ്ടി മക്കാബീസിലെ ഒരു ചാപ്റ്റർ ഒന്ന് വായിക്കാം. But you'll understand why I'm so insistent that Pentecostal idiots should read these books. സഭ്യേതര പരാമർശങ്ങൾ ജാഗ്രത പാലിക്കണം. ജാഗ്രത പാലിക്കണം. സഭ്യമായ ഭാഷ സംസാരിക്കാൻ മേലാത്തവര് അവരെത്ര പഠിച്ചവരാണെങ്കിലും അവരെ ഇതിലിരിക്കുന്നവർ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായും ഞാൻ അന്നേരം ഇടപെട്ടു. കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വരുന്നുണ്ട്. മിനിറ്റ്സ് ആയിട്ടെല്ലാം രേഖപ്പെടുത്തി വരുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് സഭാരേഖകളിൽ നിന്നും ഉൾപ്പെടുത്താൻ പറ്റാത്ത വാക്കുകൾ ഇവിടെ അനുവദനീയമല്ല. പ്ലീസ്. മറ്റുള്ളവരെ ഇഡിയറ്റ്സ് എന്ന് വിളിക്കുന്ന ഇടപെട്ടു. അദ്ദേഹം അങ്ങനെ ഒന്ന് പറഞ്ഞു. അത് താങ്കൾ ആ വിഷയത്തിൽ ജാഗ്രത പാലിക്കുക. ജോൺ ജി പറഞ്ഞ വിഷയം തുടരും. അല്ല അജൻ, അത് പുള്ളിയാണ് സ്റ്റാർട്ട് ചെയ്തത്. പുള്ളി പറഞ്ഞ പുള്ളി എന്നെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞത്. അത് വിടൂ വിഷയത്തിലേക്ക് ഞാനൊരു ചാപ്റ്റർ വായിക്കാണ് ബുക്കിൽ നിന്ന്. ഹൈലൈറ്റ്സ് പറഞ്ഞാലും മതിയാവും കേട്ടോ. ഹൈലൈറ്റ്സ് ബിക്കോസ് സാധാരണ ഈ പെന്തക്കോസ്റ്റൽ ഫോളോവേഴ്സ് മലക്കി വരെ വായിക്കും, പിന്നെ നേരെ ചാടുന്നത് മത്തായിലേക്കാണ്. അപ്പം ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ബാക്കി ഹിസ്റ്ററി അവർ മിസ് ഔട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലാവും? ജോൺ ജിമ്മ് വായിച്ചോളൂ, കുഴപ്പമില്ല, ഞങ്ങൾ കേൾക്കാൻ റെഡിയാടാ. First Maccabees chapter 1 വായിക്കും. After Alexander the son of Philip, Macedonian. Okay, അപ്പൊ അലക്സാണ്ടർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ is a son of Philip and is a Macedonian who came from the land of Kittim and defeated King Darius of the Persians and the Medes. അപ്പൊ പേർഷ്യൻസും മീഡ്സ് എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന്റെ രാജാവായ കിങ് ഡാരിയസിനെ അലക്സാണ്ടർ ഡിഫീറ്റ് ചെയ്യുക. He succeeds him as king. He had previously become king of Greece. അപ്പൊ ഗ്രീസിലെ രാജാവ് ആണ് ഈ അലക്സാണ്ടർ. He fought many battles, verse 2, conquered strongholds and put to death the kings of the earth. പുള്ളി ഒത്തിരി യുദ്ധങ്ങൾ ചെയ്തു, ഒത്തിരി ഈ സ്ട്രോങ് ഹോൾസ് എന്ന് പറഞ്ഞാൽ ഫോർട്സ് എന്നുള്ള കോൺസെപ്റ്റ് ആയിരിക്കും. ആൻഡ് പുട്ട് ടു ഡെത്ത് ദ കിങ്സ് ഓഫ് എർത്ത്, ഒത്തിരി രാജാക്കന്മാരെ വെട്ടിക്കൊന്നു. He advanced to the ends of the earth and plundered many nations. പുള്ളി ഒത്തിരി ലോകത്തിന്റെ എൻഡ് വരെ പോയി ആൻഡ് ഒത്തിരി രാജ്യങ്ങളെ കൊള്ളയടിച്ചു. When earth had become quiet before him, he was exalted and his heart was lifted up. പുള്ളിക്ക് ഇങ്ങനെ വേറെ ശത്രുക്കൾ ഇല്ലാതെ ഒരു സിറ്റുവേഷൻ ആയപ്പോൾ പുള്ളി അഹങ്കരിച്ചു. പുള്ളി
and his heart was lifted up. He gathered a very strong army and ruled over nations, countries, and princesses, and they became tributaries to him. In verse 5, after this he fell sick and perceived that he was dying. So he summoned his most honored officers who had been brought up with him from youth and divided his kingdom among them while he is still alive. And after that, Alexander reigned. Okay, after Alexander had reigned 12 years, he died. ടോംസി ഇത് വായിച്ചപ്പോ എന്താണ് ടോംസിക്ക് മനസ്സിലായത്? ഇങ്ങനെ ഒരു പേഴ്സണെ പറ്റി ടോംസിയുടെ ലൈഫിൽ കേട്ടിട്ടുണ്ടായിരുന്നു? അല്ല ഇങ്ങനെ ഒരു പേഴ്സണെ കുറിച്ച് ഞാൻ കേട്ടിട്ട് അതുകൊണ്ട് എനിക്ക് പ്രയോജനം എന്താണ്? ജിം ജോൺ അത് അങ്ങനെ ഒരു പേഴ്സണെ കൂടി കേട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അല്ല, ഈ രണ്ട് രാജാക്കന്മാരെ പറ്റി കേട്ടിട്ടുണ്ടോ? അലക്സാണ്ടറും കിങ് ഡാരിയസും. അലക്സാണ്ടറെ കുറിച്ച് എനിക്ക് അറിയാം, അതിപ്പം ദാരിയസ് രാജാവിനെ കുറിച്ചും ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ആ രണ്ട് രാജാക്കന്മാരെ കൂടെ കേട്ടിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം? അതാണ് ഈ ചോദിക്കുന്നത്. ഞാൻ ഹിസ്റ്ററി ഏത് ടൈം പീരീഡിലാണ് പുള്ളി എക്സിസ്റ്റ് ചെയ്തത് അറിയാമോ? ജിമ്മെ, അവര് ഏത് സമയത്ത് ജീവിച്ചിരുന്നാലും ഐ ഡോണ്ട് കെയർ, ഇറ്റ് ഡസന്റ് മാറ്റർ ടു മീ. ഓക്കെ, അവര് എവിടെ എന്തിനാണെന്നേ, ലോകത്തിൽ ഇഷ്ടംപോലെ രാജാക്കന്മാര് ജീവിച്ചിരുന്നിട്ടുണ്ട്. ദാരിയൂസും അല്ലെങ്കിൽ സോളമനും അവരൊക്കെ ജീവിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ കാലഘട്ടം വെച്ചിരുന്നിട്ട് എനിക്കെന്ത് പ്രയോജനം? അതാണ് ചോദിക്കുന്നത്. ടോംസി നമുക്ക് ഡെലിഗേറ്റ്സുകൾ ഓക്കെ ഞാൻ എന്റെ ബാച്ച് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഇപ്പൊ അങ്കിൾ എന്താ പറഞ്ഞത്? ശുഭിച്ചാൻ ഫ്രീ ആയെന്നാണോ? അല്ല, ഞാൻ ജൂഡൻ സാർ, നമ്മുടെ ബിനോയ് സാർ ഇതിനകത്ത് വന്നിട്ട് പറയായിരുന്നു. ഓക്കെ പറഞ്ഞോളൂ. അല്ല, ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട്, നിങ്ങളിപ്പം അപ്പോക്രിഫൽ എന്ന് പറയുമ്പോഴത്തേക്കിനും ഞങ്ങളെ സംബന്ധിച്ച് അപ്പോക്രിഫൽ എന്ന് പറയുന്നത് വേറെയാണ്. ഞങ്ങൾ ഇപ്പം YDF വായിച്ചതിനെ ഞങ്ങൾ ഒരിക്കലും അപ്പോക്രിഫൽ എന്ന് ടൈറ്റിൽ ചെയ്യത്തില്ല. അത് പറയാനായിട്ടായിരുന്നു എനിക്ക് കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത്. കാരണം അപ്പോക്രിഫൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നത് എന്താണ്, ഈ അപ്രമാണിക ഗ്രന്ഥങ്ങൾ എന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പം 73 ബുക്ക്, അതായത് 7 ബുക്കിനെ ഒരിക്കലും അപ്രമാണിക ഗ്രന്ഥങ്ങളല്ല. അന്നേരം ആ ടൈറ്റിലിൽ ഒരു ചെറിയ വ്യത്യാസം. കാരണം ഞങ്ങൾ പറയുന്നത് പ്രോട്ടോ കാനോനിക്കലും ഡ്യൂട്രോ കാനോനിക്കലും എന്നാണ് അതിനെ പറയുന്നത്. കാരണം പ്രോട്ടോ കാനോനിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ യഹൂദരുടെ ജൂവിഷ് ഹീബ്രു ഭാഷയിൽ എഴുതിയതിനെയാണ് പ്രോട്ടോ കാനോനിക്കൽ എന്ന് പറയുന്നത്. ബാക്കി ഗ്രീക്കിലും അറമായിക്കിലും വരുന്ന ഗ്രന്ഥങ്ങളെ നമ്മൾ ഡ്യൂട്രോ കാനോനിക്കൽ എന്ന് പറയുന്നത്. ഈ അപ്രമാണിക ഗ്രന്ഥങ്ങൾ നമ്മൾ കാറ്റഗറി ചെയ്യുന്നത് ഇപ്പം ഏനോക്കിൻ്റെ പുസ്തകം അല്ലെങ്കിൽ ജോബിൻ്റെ അരുളപ്പാട് അങ്ങനെയൊക്കെ പറയുന്ന ബുക്കുകളെയാണ് അപ്രമാണിക ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. ആ ഒരു രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ചർച്ച മുമ്പോട്ട് പോകുമെന്ന് തോന്നുന്നു. കാരണം ഇപ്പം ഇതിനെ നമ്മൾ അപ്രമാണിക ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞങ്ങൾ ചർച്ചയ്ക്ക് വരുവാണെങ്കിൽ ഇങ്ങനെയുള്ള ബുക്കുകൾ എടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അത് ഡ്യൂട്രോ കാനോനിക്കൽ എന്ന് നിങ്ങൾ പറയേണ്ടി വരും. അതുകൊണ്ട് ടൈറ്റിൽ ഒരു ചെറിയ മാറ്റം വരുത്തുവായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു സജഷനായിട്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. ആശാനെ, ആ സജഷൻ കേട്ടിരുന്നോ? നമുക്ക് ടോപ്പിക്ക് വളരെ വിശദമായിട്ട് രേഖപ്പെടുത്താനുള്ള ഇതില്ലല്ലോ. അല്ല, കാരണം നമുക്ക് വെക്കാൻ പറ്റത്തില്ല. അതൊക്കെ ഹെഡിങ്ങിനകത്ത് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അതെല്ലാം ചർച്ചയിൽ വരും. പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ അപ്രമാണിക ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്രമാണിക ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതുപോലുള്ള ജോബിൻ്റെ അരുളപ്പാടുകളെ അല്ലെങ്കിൽ സോളമൻ്റെ നിയമം അങ്ങനെയൊക്കെ പറയുന്ന എന്താ പറയുന്നത് എനോക്കിൻ്റെ പുസ്തകം, അതൊക്കെയാണ് ഈ അപ്രമാണിക ഗ്രന്ഥങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബാക്കി ഇപ്പം എത്രയാണ് 39+7 എന്നാൽ ആ 7 ബുക്കുകളാണ് അപ്രമാണിക ഗ്രന്ഥങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും അത് അപ്രമാണിക ഗ്രന്ഥങ്ങളല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അതിനെ ഞങ്ങൾ ഡ്യൂട്രോ കാനോനിക്കൽ എന്ന് പറയുന്നത്. ഞാനത് പറഞ്ഞോട്ടെ. ഇത് നമ്മുടെ ചർച്ചയ്ക്ക് ഇന്നൊരു വിഷയമായി, ഇത് പൊതുജന അറിവിലേക്കാണ്. താങ്കളെ പറ്റി താങ്കൾക്ക് കൂടുതൽ ഈ കാര്യത്തിൽ ഡീപ്പായിട്ട് അറിയാം. അപ്പൊ ഇതിനകത്ത് പ്രാഥമിക അറിവ് പോലും ഇല്ലാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട്. അപ്പൊ അജോ സാർ അത് പറഞ്ഞു. അപ്പൊ നമുക്ക് അത്തരത്തിൽ പ്രാഥമിക അറിവ് പകരുന്നതിനും കൂടിയാണ്. നമുക്ക് ഡീപ്പിലേക്ക് പോകുമ്പോൾ ആ ചർച്ചകൾ ഇന്ന് 10 മണിക്കൂർ ചർച്ചയാണ്. ചർച്ചയിലേക്ക് ഡീപ്പായിട്ട് പോകും. അപ്പൊ നമ്മൾ പ്രാരംഭമായി നമുക്കതിനകത്ത് ഇപ്പൊ അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിൽ ഇപ്പം നേരത്തെ ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ YDF ഇവിടെ പറഞ്ഞു, ഇതിന് ഇരുണ്ട കാലഘട്ടം 400 വർഷം ദൈവം ആരോട് ഇടപെട്ടില്ല എന്നൊരു ഭാഗമാണ് പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് സമൂഹം വെക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇടപെട്ടു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളാണ് ഈ അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ, മക്കാബിയുടെ പുസ്തകങ്ങളൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ചർച്ചകൾ നടക്കട്ടെ. നമ്മളിപ്പം നമുക്ക് ചർച്ചകൾ വരുമ്പോൾ പുരോഗമിക്കുമ്പോൾ ആ വിഷയങ്ങളിലേക്ക് വരും. ഡോക്ടർ കാനോനിക ബുക്കുകളെല്ലാം നമ്മൾ എടുക്കും. അതിന് ഒന്നും അങ്ങ് വിഷമിക്കേണ്ട. ആ വിഷയത്തിൽ ചർച്ചകൾ ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ നമ്മുടെ ഹെഡിങ്ങിന് ഒരു പരിമിതിയുണ്ട്. അത് ക്ലബ് ഹൗസ് അതേ അനുവദിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് പിന്നീട് അതിനകത്ത് ഡീപ്പാർട്ട്മെന്റ് ചർച്ചകൾ പുരോഗമിക്കട്ടെ. ആ സാഹചര്യം അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ ഹെഡിങ്ങിന്റെ അന്നത്തെ ആ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ചിലപ്പോൾ മാറ്റം വരുത്താം നമുക്ക്. ഓക്കെ, താങ്ക് യു. കണ്ടിന്യൂ. അത് ഞാൻ പറഞ്ഞത് ഇപ്പം ആ രീതിയിലെ കോണ്ടെക്സ്റ്റ് മതി ബിനോയ്. ഇനി അടുത്ത ആള് സംസാരിച്ചാൽ ഇത് ആൾക്കാരുടെ വേൾഡ് വ്യൂ വെളി വരട്ടെ. ഇത് ഒത്തിരി പേർക്ക് ഈവൻ ഇപ്പൊ സെമാന്റിക്കൽ ഡിഫറൻസ് ഇപ്പൊ ബിനോയ് പറഞ്ഞത് ആൾക്കാർക്ക് അത് അറിയത്തൂടിയില്ല. ഇപ്പൊ ടോംസി തന്നെ
ഈ മെക്കാബീസ് എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ടെന്ന് തന്നെ ഇവൻ അറിയത്തില്ലായിരുന്നു. ഓക്കെ അല്ല ജിമ്മെ, ബ്രീഫ് പറയുന്നത് ജിം ജോർജ്, മക്കാബീസ് ഞാൻ ഒരിക്കലും ഞാൻ പി ഒ സി അപ്പോക്രിഫൽ അല്ല. ബൈബിൾ നോക്കിയായിരുന്നു. നിങ്ങൾ ഈ പറയുന്ന ഇത് അതിനകത്ത് ഞാൻ കാണുന്നില്ല. എവിടെ അല്ല നിങ്ങൾ ഈ പറയുന്ന ടോംസ് ഒരു സെക്കൻഡ് ഇത് നമ്മുടെ ജൂഡൻ വന്നിട്ടുള്ള ജൂഡന്റെ കാത്തലിക് വേർഷൻ എടുത്താൽ ബൈബിൾ ഗേറ്റ്. ഞാൻ പി ഒ സി ബൈബിളാണ് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. ഇല്ല ഓക്കെ, അങ്ങനെ നമുക്ക് സംഭവമുണ്ട്. അപ്പം ക്ഷമിച്ചാൻ അവൈലബിൾ ആണ് ഔദ്യോഗികമായി ഉദ്ഘാടനം ബിനിയോ ബിനോയ് ആരെയും ക്ലാരിഫൈ ചെയ്യാം. പി ഒ സി ബൈബിളിൽ അല്ലല്ല, ഒരു മിനിറ്റ് അരുൺ ചേട്ടാ, എങ്ങനെ കിടക്കോറ അല്ല ജൂഡനിൽ നമുക്ക് ബിന്നിയിലേക്ക് ഒന്ന് പോയിട്ട് നമുക്ക് പ്രഭാഷകർ ഒട്ടനവധി ഉണ്ട്, ഒട്ടനവധി പി ഒ സി ബൈബിൾ ക്ഷണിക്കപ്പെട്ട മെക്കാബീസ് ഇല്ലേ? ഒരു സെക്കൻഡ്, ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യണം. ഈ പി ഒ സി ബൈബിളില് മെക്കാബീസ് ഇല്ലേ? പി ഒ സി ബൈബിൾ ഉണ്ട്, മക്കാബീസ് 2 മക്കാബീസ് ഉണ്ട്, അതായത് 1, 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും ഇപ്പം അപ്പോക്രിഫൽ ബുക്കായിട്ടല്ല എടുക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത്ര നേരം പറഞ്ഞ പോയി വ്യക്തമാണ്. നമുക്കെന്താ പറയുക, ഒട്ടനവധി പ്രഭാഷകർ ഈ കോൺക്ലേവിന്റെ ഭാഗമായിട്ട് സംസാരിക്കുവാൻ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആരംഭിച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രഭാഷകർ എത്തിയിട്ടുണ്ട്. നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് ബിന്നിയുടെ ഒരു ആശംസകൾ അല്ലെങ്കിൽ ഒരു ഇതിനെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണം കേട്ടതിന് ശേഷം മറ്റ് ഡെലിഗേറ്റ്സിലേക്ക് വരാം. ബിന്നി ഫ്രീ ആണോ? ബിന്നി അവൈലബിൾ അല്ല തോന്നുന്നു. ഞാൻ അങ്കിൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഓർഡർ പോയത്. നമുക്ക് ആയിരിക്കും സാർ വരുമ്പോ മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്താൽ കേട്ടോ. ഓക്കെ ക്ഷമിച്ചാലും ഫ്രീ ആയിട്ടില്ല. ഇയോൺ ഉണ്ട്. ഇയോൺ താങ്കൾ സംസാരിച്ചോളൂ. ആശംസകൾ പറയാം, ഈ കോൺക്ലേവിന് ആശംസകൾ പറയാം. അതേപോലെ ആമുഖമായിട്ട് നിരീക്ഷണങ്ങൾ പങ്കുവെക്കാം. തുടർന്ന് പ്രഭാഷകർ ഈ വിഷയത്തെക്കുറിച്ച് വിശദമായ ചർച്ചകളിലേക്ക് കടക്കും. ഇയോൺ, സ്വാഗതം, വെൽക്കം. താങ്ക് യു. ഞാൻ ഇത് കേൾക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് അധികം എക്സ്പെർട്ടീസ് ഇല്ലാത്ത ഒരു ഏരിയ ആണ്. എല്ലാ ആശംസകളും കേട്ടിരിക്കാം. ടോംസിയുടെ ആശംസകൾ ഉണ്ടാവണം. ടോംസിക്കാരുടെ ആശംസകൾ പറയാം. ആശംസ ഞാൻ ഇവിടെ എനിക്ക് കേൾക്കാൻ വേണ്ടി, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് അപ്പോക്രിഫ എനിക്ക് വലിയ പിടുത്തമുള്ള ഇതല്ല. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ക്ലബ് ഹൗസ് ഒക്കെ വന്ന ശേഷമാണ് ഇതൊക്കെ കേൾക്കുന്നത്. അതുകൊണ്ടാണ് എന്താണ് അതിനെക്കുറിച്ചൊന്നും അറിയാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മുടെ ജസ്റ്റിൻ വിടുന്നു പറഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് കമന്റ് പറയാൻ വേണ്ടി വന്നെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാനിവിടെ നിങ്ങളാരെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വന്നതൊന്നുമല്ല. താങ്കളുടെ സാന്നിധ്യം നമ്മൾ വിലമതിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും താങ്കൾ പാനൽ തുടരുമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ടോംസി, വെൽക്കം. മക്കാബിയർ 1, 2, 3 ഉണ്ട്. 1, 2 മാത്രമേ ഉള്ളൂ കാത്തലിക് സഭ എടുക്കുന്നത്. മറ്റു ചില സഭകൾ ഇത് 3 പുസ്തകം എടുക്കുന്നുണ്ട്. ആശാനെ ഷൈജു ബ്രദർ താഴെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ അല്ല എല്ലാവരെയും സ്വാഗതം ചെയ്തോളൂ. ഷൈജു ബ്രദർ. പുതുതായി വന്നവരെല്ലാം നിങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ കോൺക്ലേവിലേക്ക് നിങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാം വിലയേറിയ പ്രസൻസ് ഇതിനകത്ത് ഉണ്ടാകണം, നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം. ഇത് ക്രൈസ്തവരുടെ ഇടയിലും ചില മറനീക്കി പൊരുളുകളെ പറയത്തില്ല, മറനീക്കി പുറത്ത് വരുന്ന ഒരു ദിവസമാണിത്. അതിന് കൂലങ്കഷമായ ചർച്ചയാണ്. നിങ്ങളുടെ നിറസാന്നിധ്യം ഇവിടെ ഉണ്ടാകണം. ഞങ്ങൾ നിങ്ങളെല്ലാം ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുന്നു. വിവിധ ടൈം സോണിൽ ഇരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഞാൻ വെൽക്കം പറയുകയാണ്. ഇന്ത്യയിലുള്ളവർക്ക് ഗുഡ് മോർണിംഗ്, മറ്റു രാജ്യങ്ങളിലുള്ളവർക്ക്, അമേരിക്ക പോലുള്ളവർക്ക് ഗുഡ് ഈവനിങ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകട്ടെ. അപ്പം നിങ്ങൾ ഇത് പഠിക്കുവാനോ കേൾക്കുവാനോ ഈ ചർച്ചയിൽ പങ്കെടുക്കുവാനോ മുകളിലേക്ക് കയറി വരാം. നിങ്ങൾക്ക് മൈക്ക് കുത്തി കയറി വരാനുള്ള ഇതുണ്ട്. നിങ്ങളെ നമ്മളെല്ലാം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ മറ്റ് എന്താണ് സഭ്യമല്ലാത്ത വാക്കുകൾ സഭാരേഖയിൽ നിന്ന് നമ്മൾ നീക്കും. പിന്നെ സഭ്യമല്ലാത്ത വാക്കുകൾ ആദ്യം ഉപയോഗിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഫുൾ ടൈമിലേക്ക് ഞങ്ങൾക്ക് അല്പസമയം താഴെ ഇരുത്തേണ്ടി വരും. നിങ്ങളെ ഇരുത്തിയിട്ട് വീണ്ടും നിങ്ങൾ മുകളിലേക്ക് എടുക്കും. അപ്പം നിങ്ങളുടെ ചർച്ചകൾ പോസിറ്റീവായിരിക്കട്ടെ. അല്ലാതെ ചുമ്മാതെ നമ്മൾ നിങ്ങൾക്ക് ആർഗ്യുമെന്റുകൾ വെക്കാം, അതിനകത്തുള്ള ദൈവവിശ്വാസികതയെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. പക്ഷെ അത് പോസിറ്റീവ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഹെൽത്തി ഡിസ്കഷൻ ആയിരിക്കണം. പരസ്പരം അപവാദം പറയുകയോ അപരാധം പറയുകയോ ചെയ്താൽ ഞങ്ങൾക്ക് താഴെ ഇരുത്തേണ്ടി വന്നാലും ഞങ്ങളെ വീണ്ടും ഞങ്ങൾ ക്ഷണിച്ച് നിങ്ങളുടെ കണ്ടിന്യൂ ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ ഡെക്കോറം, ഡൂമിൽ ഡെക്കോറം. ആരെയും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷേപശരങ്ങളോ ഉണ്ടാകുകയില്ല എന്നുള്ള പ്രോമിസ് നിങ്ങൾ തരികയാണ്. എവരിബഡി വെൽക്കം. പ്ലീസ് കണ്ടിന്യൂ. നിങ്ങൾ ആശംസകൾ അർപ്പിക്കേണ്ടവർ ആശംസകൾ അർപ്പിക്കാൻ കയറി വരുന്നവർ ആശംസകൾ അർപ്പിക്കാൻ 5 മിനിറ്റ് കഴിയുമ്പോഴേ വരത്തുള്ളൂ. അപ്പൊ അതുവരെ നമ്മുടെ ജൂഡൻ സാർ സംസാരിക്കുന്ന പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ജൂഡൻ സാർ കണ്ടിന്യൂ ചെയ്തു. ജൂഡൻ സാർ പ്ലീസ് ടേക്ക് യുവർ മൈക്ക്. പ്ലീസ് ബിന്നി വെൽക്കം. താങ്കൾക്ക് മൈക്ക് സ്ട്രക്ക് ആണെങ്കിൽ ഒന്ന് ലീവ് ചെയ്ത് കയറിയാൽ മതിയാവും. ചില സമയത്ത് ഈ ഒരു ക്ലബ് ഹൗസിന് ഒരു ഗ്ലിച്ച് ഉണ്ടാവാറുണ്ട്. നമ്മൾ കുറെ സമയം പാനലിരുന്ന് കഴിഞ്ഞാൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്രയാസം ഉണ്ടായി കാണുന്നുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ. അങ്ങനെയുള്ളവർ മൈക്ക് ഒന്ന് റൂം ലീവ് ചെയ്ത് വീണ്ടും ഒന്ന് റീ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്ലിച്ച് മാറ്റാൻ സാധിക്കും എന്നൊരു അറിയിപ്പായിട്ട് പറയുന്നു. അദ്ദേഹത്തിന് മൈക്ക് അൺമ്യൂട്ട് ആവാൻ സാധിക്കുന്നില്ല. എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? ജൂഡൻ വരുന്നതിനും വരെ ഞാൻ മുമ്പേ നമ്മുടെ ജിം പറഞ്ഞ ഒരു ബുക്കിന്റെ മലയാളം ഒന്ന് വായിച്ചോട്ടെ. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഒന്ന് വായിക്കാം. ആയിക്കോട്ടെ. ഇപ്പൊ ഒരു ടൈം ഫില്ലിംഗ് ആണ്. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഞാൻ സ്റ്റോപ്പ് ചെയ്ത് ഞാനത് വായിക്കാണ്. പക്ഷെ എന്താണ് ജിം അതിനകത്തൊന്ന് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട്
ഞാൻ മലയാളത്തിലൊന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ ജിം ഒന്ന് പറയണം എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന്. ഞാനൊന്ന് വായിക്കാം. ഇത് നമ്മുടെ മക്കബേയറിന്റെ ഒന്നാം ബുക്കാണ് ഞാൻ ഈ വായിക്കുന്നത്. 1:1 മുതലാണ് വായിക്കുന്നത്. മഹാനായ അലക്സാണ്ടർ, ഇതാണ് ടൈറ്റിൽ. ഫിലിപ്പിന്റെ പുത്രനും മക്കദോനിയക്കാരനുമായ അലക്സാണ്ടർ കിത്തയും ദേശത്തു നിന്ന് വന്ന പെർഷ്യക്കാരുടെയും മെദിയക്കാരുടെയും രാജാവായ ദാരിയൂസിനെ കീഴടക്കി ഭരണം ഏറ്റെടുത്തു. അതിനു മുൻപ് തന്നെ അവൻ ഗ്രീസിന്റെ രാജാവായിരുന്നു. അവൻ നിരവധി യുദ്ധങ്ങൾ ചെയ്തു, കോട്ടകൾ പിടിച്ചടക്കി രാജാക്കന്മാരെ വധിച്ചു. ഭൂമിയുടെ അതിർത്തികൾ വരെ അവൻ മുന്നേറി അസംഖ്യം രാജ്യങ്ങൾ കൊള്ളയടിച്ചു. ലോകം മുഴുവനും തനിക്ക് അധീനമായപ്പോൾ അവൻ അഹങ്കാരൻ മത്തനായി. സുശക്തമായൊരു സൈന്യത്തെ ശേഖരിച്ച് അവൻ രാജ്യങ്ങളുടെയും ജനങ്ങളുടെയും നാടുവാഴിയുടെയും മേൽ ആധിപത്യം സ്ഥാപിച്ചു. അവർ അവന് സമാന്തരായി. അങ്ങനെ ഇരിക്കെ അവൻ രോഗബാധിതനായി മരണം ആസന്നായെന്ന് അവന് മനസ്സിലായി. ഓക്കെ, ഇത് 5 വരെ വായിച്ചു. ജിമ്മെ, ഇതിൽ നിന്ന് എന്താണ് താങ്കൾ മുമ്പ് എന്നോട് ചോദിച്ചു, ടോമെ നിനക്ക് എന്താണ് ഈ അലക്സാണ്ടറും അല്ലെങ്കിൽ ഇവനും മറ്റേ എന്താ പറയാ വേറൊരു രാജ്യമുണ്ടല്ലോ, അലക്സാണ്ടറും ദാരിയസും ആരായിരുന്നു എന്നൊക്കെ. ഞാനിപ്പോ ഈ മലയാളത്തിൽ വായിച്ചതിൽ എന്താണ് താങ്കൾക്ക് മനസ്സിലായത്? ഓക്കെ, അത് ഐ തിങ്ക് മോൻസൺ പാസ്റ്റർ അത് ഹൈലൈറ്റ് ചെയ്തു. സാധാരണ ഈ പെന്തക്കോസ്റ്റൽ ഇഡിയറ്റ്സ് എന്നെ പഠിപ്പിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇവര് ഡാർക്ക് ഏജസ് ആണ്, ദൈവം പ്രവർത്തിച്ചിട്ടില്ല, മലക്കി ബുക്ക് കഴിഞ്ഞ് വന്ന ദൈവം പിന്നെ ക്വയറ്റായിട്ടിരുന്നു. പക്ഷെ നമ്മള് ഈ ദാനിയലിന്റെ പ്രവചനം നോക്കുന്നതും ഇത് ഫുൾഫിൽമെന്റ് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഗോഡ് ഇസ് ഇൻ കൺട്രോൾ, ഗോഡ് ഇസ് ഓർക്കസ്ട്രേറ്റിംഗ് തിങ്സ് ഫോർ ഹിസ് അൾട്ടിമേറ്റ് പ്ലാൻ. അപ്പം ഇതാണ് ഡാർക്ക് ഏജ്. ഡാർക്ക് ഏജ് ഈ ടോംസി പോലത്തെ പെന്തക്കോസ്റ്റൽ ആൾക്കാരുടെ മൈൻഡിൽ മാത്രം ആ ഡാർക്ക്നെസ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അത് ഈ കോൺക്ലേവ് കഴിയുമ്പോൾ അത് ലൈറ്റ് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. താങ്ക് യു. പക്ഷെ ഞാൻ ഈ മക്കബായർ 1 മുതൽ 5 വരെ വായിച്ചതിൽ എന്താണ് താങ്കൾ ഇംഗ്ലീഷ് വായിച്ചു, ഞാൻ മലയാളത്തിൽ വായിച്ചു. ഇതിനകത്ത് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ ദാനിയലിന്റെ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും വായിച്ചിട്ട് പോവാം, അത് വീണ്ടും നമുക്ക് കോൺവെർസേഷൻ. ദാനിയൽ അല്ലല്ലോ, താങ്കൾ മക്കബായർ അല്ലേ വായിക്കാൻ പറഞ്ഞത്? താങ്കൾ അല്ലേ വായിച്ചത്? ഈ ദാനിയൽ വായിക്കണമെങ്കിൽ ദാനിയൽ വായിക്കാം, മക്കബായർ വായിച്ചിട്ട് ദാനിയൽ വായിക്കണം, അതൊരു മര്യാദ കടയല്ലേ? പ്രവചനമാണ് ഈ മക്കാബേസിൽ ഫുൾഫിൽഡ് ആകുന്നത്. ആയിക്കോട്ടെ, അവിടെ ആയിക്കോട്ടെ. പക്ഷെ അത് മക്കബായറിനകത്ത് വായിച്ചപ്പോൾ അതും ഈ താങ്കൾ വായിച്ചത് കൊണ്ട് അതിനകത്തൊന്ന് സാധാരണക്കാരൻ എന്തെന്ന് മനസ്സിലായത് കത്തിയില്ലല്ലോ. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ടോംസിക് ദാനിയൽ വായിച്ചിട്ടില്ല. അപ്പൊ ദാനിയൽ വായിച്ചിട്ട് വാ. അപ്പൊ ഞാൻ ദാനിയലും വായിക്കണം. വേറെ ഏതൊക്കെ ബുക്ക് വായിക്കണം? ജെനിസിസ് തൊട്ട് തുടങ്ങുവാണെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. നമ്മൾ ഈ AI ഒക്കെ ട്രെയിൻ ചെയ്യുമ്പോൾ ഈ ഗാർഡ് റെയിൽസ് കറക്റ്റ് സെറ്റ് ചെയ്യും. ജെനിസിസ് തൊട്ട് തുടങ്ങുക. അടുത്ത വർഷമാകുമ്പോൾ നമുക്ക് ഈ ഡിസ്കഷൻ കണ്ടിന്യൂ. അല്ല ജിമ്മെ, ഞാനിവിടെ മക്കബായർ 1 മുതൽ 5 വരെ വായിച്ചപ്പോൾ അലക്സാണ്ടർ രോഗബാധിതനായി മരിച്ചു. ഞാൻ ഫുഡ് ആരെങ്കിലും ടോംസിയായിട്ട് എൻഗേജ് ചെയ്യും. ജിമ്മെ അങ്ങനെ അങ്ങ് പോകാതെ. ഇവിടെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അലക്സാണ്ടർ ലോകമൊക്കെയും പോയി കോൺക്വർ ചെയ്തു, ലാസ്റ്റിൽ അവൻ മരിച്ചു. ഓക്കെ, അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പ്രശ്നം എന്താണ്? ടോംസി അദ്ദേഹത്തിന് ടൈം അവൈലബിൾ അല്ലാന്ന് പറഞ്ഞാൽ മാനിക്കണം. ടോംസി YDF ലിമിറ്റഡ് നോളജ് ആദ്യത്തെ പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ വരട്ടെ, അവരോട് ചോദ്യം ചോദിക്കുക, അവർ വെയിറ്റ് ചെയ്യും കേട്ടോ. അല്ല YDF ബുദ്ധിമുട്ടൊരു കാര്യമൊന്നുമില്ല. അല്ലെന്നേ, അദ്ദേഹമാണ് ഇത് വായിച്ചു തുടങ്ങി, അതുകൊണ്ടാണ് പുള്ളിയുടെ അണ്ടർസ്റ്റാൻഡിംഗ് ലിമിറ്റഡ് ആണ് പുള്ളി ആദ്യത്തെ പറയുന്നുണ്ടല്ലോ. പറയുള്ളവർ വരും, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ജോണിച്ചാന് എന്തെങ്കിലും പറയാനുണ്ടോ അഭിപ്രായം? അയ്യോ ഇല്ല, നമുക്ക് അറിവൊന്നുമില്ല. അല്ലല്ല, ആശംസകൾ പറഞ്ഞു. കോൺക്ലേവിന് ഒരു ആശംസ ജോണിച്ചാൻ പറഞ്ഞു. ആശംസ. കോൺക്ലേവിന് ഉദ്ദേശിക്കുന്നത് എന്തോ ആണ്? ഇത് അതിന് മുമ്പത്തെ ചർച്ചയാണോ അതോ കോൺക്ലേവ് തുടങ്ങിയോ? എങ്ങനെയാ? കോൺക്ലേവ് ജസ്റ്റ് ആരംഭിച്ചു, പ്രഭാഷകർ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഷിബിച്ചാൻ 5 മിനിറ്റിനകം ആരംഭിക്കും. ഒരുപാട് പ്രഭാഷകരുണ്ട്, അതിൽ ഒരു പ്രഭാഷകൻ ഷിബിച്ചാനാണ്. മറ്റു പ്രഭാഷകർ എത്തിച്ചേർന്ന് വരികയാണ്. അപ്പൊ ആശംസകൾ പറഞ്ഞോളൂ ജോണിച്ച. ഓക്കെ, കോൺക്ലേവില് ഈ പറഞ്ഞ വിഷയത്തിൽ പല പ്രഭാഷകന്മാരുടെ അഭിപ്രായങ്ങൾ കേൾക്കുവാൻ ഉറ്റുനോക്കുന്നു. ഇതിനെല്ലാ ആശംസകളും നേരുന്നു. ഏതായാലും ഞാൻ മുഴുവൻ സമയം കാണും, ഫ്രീയാ. താങ്ക് യു ജോണിച്ച. നമുക്ക് ആക്റ്റീവായി കോൺക്ലേവ് ആരംഭിച്ചെങ്കിലും പ്രഭാഷകർ എത്തിച്ചേർന്ന് വരികയാണ്. നമുക്കൊരു ടൈം ഫില്ലിംഗ് ടൈമാണ്. മീൻവൈൽ ശ്രോതാക്കൾക്ക് മൈക്ക് ഞെക്കി വേദിയിലേക്ക് സ്വാഗതം, ആശംസകൾ അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാം. താങ്ക് യു. അതെ, ഞാൻ മുമ്പേ പറഞ്ഞ ആ ഒരു വാദത്തിൽ തന്നെ നിൽക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഈ അപ്പോക്രിഫലിൻ്റെ ഡെഫിനിഷൻ വേണേൽ വായിക്കാം. കാരണം അതൊരിക്കലും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ അപ്പോക്രിഫൽ എന്ന് പറയുന്ന സംബോധന നിങ്ങൾ ഈ 7 പുസ്തകം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് ചർച്ചയിൽ ഇപ്പം എനിക്കറിയത്തില്ല, ഇപ്പം വരുന്നവരാരൊക്കെയെന്ന് എനിക്കറിയില്ല. ഇപ്പം കാത്തലിക് വിഭാഗത്തിൽ നിന്ന് വരുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഈ അത്ര ഒരു വേർഡ് ടൈപ്പ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല, അതാണ് പ്രശ്നം. അല്ലല്ല, ഡ്യൂട്ടോകാനോനിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
7 ബുക്കുകൾ എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അപ്പോക്രിഫൽ എന്ന് നമുക്ക് കാര്യം ചെയ്യാം ഒരിക്കലും നമുക്കിപ്പോ അല്ല അത് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അല്ല നിങ്ങൾ ടൈറ്റിൽ ഞാൻ കിടന്നോട്ടെ ഞാൻ ഈ ടൈറ്റിൽ അപ്പോക്രിഫലിന്റെ കിടന്നോട്ടെ ഡെഫിനേഷൻ ഞാൻ കേൾപ്പിക്കാം. അതിനുശേഷം അല്ല നിങ്ങൾ ബിനോയ് സാറേ ടൈറ്റിൽ കിടന്നോട്ടെ ഇതിപ്പോ നമ്മളെ പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ഇവിടെ ഇപ്പൊ ഇത് ജനറിക് ഒരു നിമിഷം, ഇതിപ്പോ ഇവിടെ ജനറിക് ആയിട്ട് ഇതിനകത്ത് എല്ലാവരും ഉണ്ട്. നമുക്കിത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടാണ്. ഇതല്ലാതെ ആരുടെയും വികാരം വ്രണപ്പെടുത്താനോ ഒന്നും അല്ല. സോ അല്ല ചെറിയ അതിനകത്ത് അതിൻ്റെ ഇത് ചെയ്യുക. അല്ല നിങ്ങൾക്കിപ്പം ഈ കാര്യത്തെ പറ്റി എന്ത് ഇത്രയും കാലമായിട്ട് ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് നിങ്ങളൊരു റിപ്പോർട്ടില്ല. ഇവരിപ്പോ ഇട്ടപ്പം നമ്മൾ അതിനകത്ത് ഓരോ സ്മോൾ കാര്യം കണ്ട് കുറ്റം കണ്ടുപിടിക്കാതെ നമുക്കിത് let us ചെയ്യാൻ move പറ്റില്ല into എനിക്ക് നമുക്ക് ഞാൻ ഡ്യൂട്ടോ ഒരു കുറ്റമല്ല കാണിക്കുന്നത് കണ്ടുപിടിച്ചത്. അതെ പറയാം ചെറിയ ടൈറ്റിൽ കിടന്നോട്ടെ പറയാം. പറയുമ്പോൾ ഡ്യൂട്ടോ ഞാൻ കാണിക്കുന്ന തന്നെ പറയാം. അല്ല ഇതിനകത്ത് ഞാൻ ഒരു കുറ്റമല്ല കണ്ടുപിടിച്ചത്. ഞാൻ പറഞ്ഞത് ഇപ്പൊ അപ്പോക്രിഫൽ എന്ന് പറയുന്ന ബുക്കുകൾ വേറെയാണ്, ഡ്യൂട്രോകാനോനിക്കൽ എന്ന് പറയുന്ന ബുക്കുകൾ വേറെയാണ്. ഇപ്പൊ അപ്പോക്രിഫലിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ അപ്പോക്രിഫൽ ബുക്ക് നിങ്ങൾ എടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോക്രിഫൽ ഞങ്ങൾ എടുക്കുന്നില്ല. പിന്നെ അപ്പോക്രിഫൽ നിങ്ങൾ അത് എന്തിനാണ് അതിനെ അതിനെപ്പറ്റി സംസാരിക്കുന്നത് ഇപ്പം? അല്ലല്ല ആ ഇപ്പൊ ഭാഗത്തേക്ക് വൈദ്യം പോയിട്ട് പോലും സംസാരിച്ചത് അപ്പോക്രിഫലായിട്ട് എടുത്തിരിക്കുന്നത് ഡ്യൂട്രോകാനോനിക്കൽ ബുക്കുകൾ എടുത്തിട്ടാണ് അപ്പോക്രിഫൽ ഡ്യൂട്രോ എന്ന് പറയുന്ന കാനോണിക്കൽ ബുക്കുകൾ ബുക്കാണ് അത് അതുകൊണ്ടാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ആളുകൾ അറിഞ്ഞു വെച്ചിരുന്നത് കൊണ്ടാണ് അത് അങ്ങനെ അത് പറയുന്നതേ ഉള്ളൂ. ലെറ്റ്സ് മൂവ് ഓൺ. അത് എന്തൊരു പ്രശ്നം അവര് ശിവച്ചാൻ ചെയ്തു താഴെ വെച്ചേക്കുന്ന വന്നായിരുന്നല്ലോ. അത് ശിവച്ചാനെ ഒന്ന് ആഡ് ചെയ്യണേ. ശിവച്ചാനെ താഴെ വന്നോ? ഇതിനകത്ത് ഐഡി വന്നായിരുന്നു. ശിവച്ചാനെ അല്ല വേദിയിലുണ്ടായിരുന്നു ലീവ് ചെയ്ത് ബിനോയ് സഹോദര, ഞങ്ങളൊക്കെ പഠിക്കാൻ വന്നിരിക്കുന്നവരാണ്. ഈ അപ്പോക്രിഫ അല്ല ബുക്ക് എന്താണ്, ഈ കാനോനിക ഗ്രന്ഥങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നതല്ലാതെ വ്യക്തമായൊരു ധാരണയില്ല എനിക്ക്. എന്റെ അല്ല കാര്യം പറഞ്ഞാൽ നിന്നെ പഠിക്കുന്ന പറഞ്ഞില്ലേ, നിങ്ങൾ ഇടപെടാ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. എന്റെ കാര്യം പറഞ്ഞു തീർത്തിട്ടില്ല നിങ്ങൾ പറയേണ്ടത്. അപ്പോ നിങ്ങൾ പറഞ്ഞു ഈ ഹെഡിങ് മാറ്റുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. എന്താണ് ഈ അപ്പോക്രിഫായും താങ്കൾ പറഞ്ഞു വരുന്നതുമായിട്ടുള്ള വ്യത്യാസം എന്നൊന്ന് പറഞ്ഞ് അറിയാനായി ചോദിക്കുന്നത്. ഇല്ല അത് തന്നെയല്ല ഞാൻ പറഞ്ഞത്. ക്ഷമിച്ചാൻ വരുന്നിടം വരെ അറിയാവുന്നവർ പറയട്ടെ. അത് തന്നെയല്ലേ പറഞ്ഞ അപ്പോക്രിഫൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രമാണിക ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതിന് കൊടുത്തിരിക്കുന്ന ഡെഫിനേഷൻ പോലും പറഞ്ഞിരിക്കുന്നത് ബൈബിളിലെ കഥാപാത്രങ്ങളിൽ നിന്ന് ആവിർഭവിച്ചതും അവരെ സൂചിപ്പിക്കുന്നതുമായ വ്യാജരേഖകൾ എന്നാണ് അപ്പോക്രിഫകൾ എന്ന് പറയുന്നത്. ഒരിക്കലും കത്തോലിക്ക സഭ 7 ബുക്കുകളെ വ്യാജരേഖകളായിട്ടല്ല എടുക്കുന്നത്. അതിനെ ഡ്യൂട്രോ കാനോനിക്കൽ അപ്പോക്രിഫ ബുക്കുകളായിട്ടാണ്. എന്നുള്ളത് ഗ്രീക്കാണോ പിന്നെ ഹീബ്രു ആണോ ലാറ്റിൻ ആണോ ഏതാണ്? ഗ്രീക്ക് വാക്കാണിത്. ഗ്രീക്കിൽ അപ്പോക്രിഫ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിന്നെ അപ്രമാണികം എന്നാണോ? അപ്രമാണിക ഗ്രന്ഥങ്ങൾ എന്നാണ്. അപ്പൊ അപ്രമാണിക ഗ്രന്ഥങ്ങൾ അല്ല ഈ നമ്മൾ ഈ പറയുന്ന ബുക്കുകൾ എന്നാണ് കത്തോലിക്ക സഭയുടെ അഭിപ്രായം എന്നാണോ താങ്കൾ പറയുന്നത്? അതിനെ ഞങ്ങൾ എടുക്കുന്നത് ഡ്യൂട്രോ കാനോനിക്കൽ എന്നാണ് പറയുന്നത്. ഡ്യൂട്രോ കാനോനിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലീസ് ഒരു മിനിറ്റ്. ഇത് നമുക്ക് ചർച്ചയിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മളിത് അതിൽ പറയട്ടെ. ബിനോയ് ബ്രദർ പ്ലീസ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതിനെപ്പറ്റി പ്രാഥമിക അറിവ് പോലും ഇല്ലാത്ത ആളുകളെ താങ്കൾ ഡീപ്പായിട്ട് വന്ന് പറയുമ്പോൾ അവർക്കൊന്നും മനസ്സിലാകത്തില്ല. ഈ പ്രാഥമിക വിവരം ഒന്ന് ഇവിടെ കൺവേ ചെയ്യട്ടെ. നമുക്ക് ഡീപ്പിലേക്ക് പോകുക. ഈ ചർച്ചയിലേക്ക് ഇന്ന് 10 മണിക്കൂർ ചർച്ചയാണ്. ഈ രാവിലെ പറയട്ടെ ബിനോയ് ബ്രദർ പ്ലീസ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ 10 മണിക്കൂർ ചർച്ചയിലേക്ക് പോകുമ്പോൾ ഇതിന്റെ കാരണം ചർച്ചയുടെ ഈ എൻ പോയിന്റ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തെ അനുഭവിച്ചിട്ട് അതിനൊരു കൺക്ലൂഷൻ ആകുമ്പോഴത്തേനാണ് ഇതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുന്നത്. ഇപ്പൊ രാവിലെ നമ്മൾ ഈ പൂർത്തീകരണത്തിലേക്ക് എത്താതെ ഈ ഒരു പ്രാരംഭമായി ഇതിന് എങ്ങനെയാണ് അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ എന്താണ് അതിനെപ്പറ്റി അറിയാൻ വയ്യാത്തവർക്ക് ഒരു സ്റ്റഡി കൊടുക്കട്ടെ. താങ്കളുടെ ആശയം എനിക്ക് മനസ്സിലായി. ഒരു മിനിറ്റ് അടിയന്തരമായിട്ട് ഒന്ന് ഇടപെടുകയാണ്. എം കെ പാസ്റ്റർ എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെ ഒന്ന് സ്വാഗതം ചെയ്യും. സ്വാഗതം ചെയ്യുന്നു. ഞാൻ പറഞ്ഞതിന് നിങ്ങൾ ശരിയായിട്ട് അർത്ഥം മനസ്സിലാക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പറയുന്ന അപ്പോക്രിഫൽ എന്താണെന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു പറ്റം ബുക്കുകളെ നിങ്ങൾ ഒരു എന്താ പറയുന്നത് ഒരു സംശയത്തിന്റെ നിഴലിലേക്ക് മാറ്റി. എല്ലാ സഹോദര മനസ്സിലാക്കട്ടെ ആളുകൾ എന്താണെന്ന്. അങ്ങേ സംബന്ധിച്ചിടത്ത് ഇതെല്ലാം അറിയാവുന്ന മനുഷ്യനാണ്. ഇത് അറിവില്ലാത്ത അതേപോലെയുള്ള അദ്ദേഹം പറഞ്ഞത് ഞങ്ങളൊന്ന് കേക്കട്ടെന്ന് മോനിച്ച പാസേ. അദ്ദേഹം എന്താ പറയുന്നത് ഞാൻ പറയാം. അപ്പോക്രിഫ എന്ന് പറഞ്ഞിരിക്കുന്നത് പറയട്ടോ. ഹലോ, നമ്മുടെ സ്പീക്കർ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്പീക്കർ ശിവപാസ് എത്തിയിട്ടുണ്ട്. അപ്പോക്രിഫ എന്ന് പറഞ്ഞത് എന്താണ്? അപ്പോക്രിഫ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. ഷിബിച്ചാന് ടൈം കൊടുത്തിട്ട് നമ്മൾ അദ്ദേഹം ഒന്ന് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞതാണ്. ഷിബിച്ചാന് ഔദ്യോഗികമായി പ്രഭാഷണം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഈ ഔദ്യോഗികമായ ഉദ്ഘാടനം ഷിബിച്ചാൻ വെൽക്കം അഗൈൻ ദിസ് ക്ലബ്. അങ്ങേ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പം വീണ്ടും ഈ വിഷയത്തിനകത്ത് അദ്ദേഹത്തിന് ഒരു പ്രഭാഷണമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം ആശംസകൾ പറഞ്ഞോട്ടെ. ആശംസകൾ പറഞ്ഞു.
അപ്പോക്രിഫ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മറഞ്ഞത് എന്നാണ്. അതായത് അപ്പോക്രിഫ എന്ന് പറയുന്ന ബുക്ക് അതായത് എന്താ പറയുന്നത് 400 BC-യിൽ ആണ് ഇതിനെപ്പറ്റി 400 മുതൽ ക്രിസ്തുവിന്റെ കാലം വരെ എഴുതപ്പെട്ട പുസ്തകങ്ങളാണ്. അത് ജൂഡിത്ത്, തോബിത്ത്, ശലോമോന്റെ ജ്ഞാനം, ബാറൂക്ക്, ഇങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങളാണ്. അതായത് പ്രൊട്ടസ്റ്റന്റുകാരായവരാരും ഇതിനെ അംഗീകരിക്കുന്നില്ല. അതായത് 1546 കൗൺസിലിൽ ഇത് തോബിത്ത്, ജൂഡിത്ത്, മക്കാബിയര്, ജ്ഞാനം, സിറാക്ക്, ബറൂക്ക് എന്നിവ കാനോനിൽ പ്രൊട്ടസ്റ്റന്റ് അവര് കാനോനിൽ ഉൾപ്പെടുത്തി. അപ്പോക്രിഫ എന്ന ബുക്ക് യേശുവോ ഈ പറയുന്ന അപ്പോസ്തലന്മാരോ ആരും ഉദ്ധരിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. അതായത് പുതിയ നിയമത്തിൽ നമുക്ക് പല കാര്യങ്ങളും പഴയ നിയമത്തിലെ കാര്യങ്ങൾ പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അപ്പോക്രിഫ എന്ന പുസ്തകത്തിലെ ഒരു കാര്യങ്ങളും യേശു തൻ്റെ കാലത്ത് അപ്പോസ്തലന്മാരോ ഇത് ഉപയോഗിച്ചിട്ടില്ല. മനസ്സിലായോ? അതോടെ ചർച്ച് ഫാദേഴ്സ് അപ്പോക്രിഫ പുസ്തകങ്ങളെ തിരുവെഴുത്തായിട്ട് അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞ അപ്പോക്രിഫ പുസ്തകങ്ങൾ പ്രൊട്ടസ്റ്റന്റുകാരായ സഭ ഇതിനെ അംഗീകരിക്കുന്നില്ല. അപ്പോക്രിഫ ഒരു ദൈവാത്മകമായ തിരുവെഴുത്തേ അല്ല. പിന്നെ യേശുവോ അപ്പോസ്തലന്മാരോ ഇത് ഒരു തിരുവെഴുത്തായി അംഗീകരിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് പ്രൊട്ടസ്റ്റന്റുകാർക്ക് 66 പുസ്തകം എന്നുള്ളത്. ഇതാണ് അപ്പോക്രിഫയെക്കുറിച്ച് എനിക്കറിയാവുന്ന വിഷയം. ഇതിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാർ അപ്പോക്രിഫ പുസ്തകങ്ങൾ വിശ്വസിക്കുന്ന ഓർത്തഡോക്സുകാർ, റോമൻ കത്തോലിക്കർ തുടങ്ങിയവർ അതിനെക്കുറിച്ച് കൂടുതൽ പറയും. അപ്പോൾ ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് ജീസസ് നെവർ റെഫറൻസ് ദിസ് ഓൾഡ് ടെസ്റ്റമെന്റ് എനിത്തിങ്. അതായത് ആബേൽ മുതൽ സെക്കറിയ വരെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ലൂക്ക് 11:50 പറയുന്നത് ഫ്രം ദ ബ്ലഡ് ഓഫ് ഏബൽ ടു ദ ബ്ലഡ് ഓഫ് സക്കറിയ ഹൂ പെറിഷ് ബിറ്റ്വീൻ ദ ഓൾട്ടർ ആൻഡ് ദ ഹൗസ് ഓഫ് ഗോഡ് as I tell you it shall be charged against this generation. So Jesus reference actually Old Testament canon from the beginning to the end and did not include Apocrypha in his reference, but he referenced these are the things. So പിന്നെ അതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെന്താ പറയാനുള്ളത്, ചർച്ച് ഫാദേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. സോ അതുകൊണ്ട് അപ്പോക്രിഫ പ്രൊട്ടസ്റ്റന്റുകാരും ഉപയോഗിക്കുന്നില്ല, അവരത് അംഗീകരിച്ചിട്ടും ഇല്ല. ഇൻസ്പയർഡ് ബുക്കായിട്ട്, അതായത് പ്രൊട്ടസ്റ്റന്റ് ചർച്ച് അത് ഇൻസ്പയർഡ് ബുക്ക്, അതായത് നമ്മൾ 2 തിമോത്തി 3:16 പറയുന്നുണ്ട് തിരുവെഴുത്തുകളെല്ലാം ഇൻസ്പയർഡ് ആണ്, ഇനറന്റ് ആണ്. അത് പല കാര്യങ്ങൾക്കും ഗുണീകരണത്തിനും സംശീകരണത്തിനും കറക്ഷനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇത് ഒരു ഇൻസ്പയർഡ് ബുക്കേ അല്ല എന്ന് പ്രൊട്ടസ്റ്റന്റുകാർ വിശ്വസിക്കുന്നു. 1546 റോമൻ കത്തോലിക്ക ചർച്ച് ഇതിനെ അപ്പോക്രിഫ ബുക്കുകളായിട്ട് അംഗീകരിച്ചു. തോബിത്ത്, ജൂഡിത്ത്, ഫസ്റ്റ് സെക്കൻഡ് മക്കാബിയേഴ്സ്, വിസ്ഡം ഓഫ് സോളമൻ, സിറാഖ്, പിന്നെന്താ ബറൂഖ്, ഇങ്ങനെയൊക്കെയുള്ള ബുക്കുകൾ. താങ്കളുടെ സാന്നിധ്യം ഈ കോൺക്ലേവിൽ അത്യന്താപേക്ഷിതമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. മറുവാദങ്ങളൊക്കെ വെക്കുവാൻ താങ്കളെ പോലുള്ള സാന്നിധ്യം തീർച്ചയായിട്ടും ഇവിടെ സന്നിഹിതനായിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒരുപാട് പ്രഭാഷകർ എത്തിച്ചേരുവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഒന്നാമത്തെ പ്രഭാഷകരിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഷിബിച്ചായ, നമുക്ക് ഒരു അറിയിപ്പ്, നമുക്ക് പ്രഭാഷകർ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കൗണ്ടറുകൾ ആരും പറയാതെ മൈക്ക് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അദ്ദേഹം പ്രഭാഷണം പൂർത്തിയാക്കിയതിനു ശേഷം വിഷയത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത പ്രഭാഷകർക്കും അല്ലെങ്കിൽ ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താനുള്ള അവസരം. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും തടസ്സപ്പെടുത്തരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. ഷിബിച്ചായനെ ഈ ഗ്രൂപ്പിന്റെ പേരിലും ഈ കോൺക്ലേവിന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഷിബിച്ചായ. താങ്ക് യു അജൻ, എവരിവൺ എൽസ് ഇൻ ദിസ് റൂം. ഇന്ന് അവിചാരിതമായിട്ട് ഈ ചർച്ചയുടെ ഭാഗമാകാൻ അവസരം കിട്ടിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന വിശുദ്ധ തിരുവെഴുത്തുകളുടെ സമാഹാരം ബൈബിൾ എന്ന് അറിയപ്പെടുന്നു. ഈ ബൈബിളിൽ 66 പുസ്തകം എന്നാണ് ലോകം മുഴുവൻ കരുതുന്നത്. ഈ 66 പുസ്തകത്തിന്റെ കൂടെ മറ്റു ചില പുസ്തകങ്ങൾ കൂട്ടിച്ചേർത്ത കുറ്റവാളികൾ ആയിട്ടാണ് പലപ്പോഴും കത്തോലിക്കർ ചിത്രീകരിക്കപ്പെടുന്നത് പോലെ ഓർത്തഡോക്സുകാർ ചിത്രീകരിക്കപ്പെടുന്നു. പുരാതന സഭകളായ ഓർത്തഡോക്സ്, കത്തോലിക്ക സഭയുടെ കയ്യിലുള്ള ബുക്കിൽ, ബൈബിളിൽ പ്രൊട്ടസ്റ്റന്റുകാർ കൊണ്ടു നടക്കുന്ന ബൈബിളിനേക്കാൾ കൂടുതൽ പുസ്തകങ്ങളുണ്ട്. അവരുടെ ബൈബിളിന് കനം കൂടുതലുണ്ട്. അതേപ്പറ്റിയുള്ള ഒരു ആരോപണം കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ്. ബൈബിളിനോട് കൂട്ടുചേർത്തവരാണ് കത്തോലിക്കരും ഓർത്തഡോക്സുകാരും എന്ന വിധത്തിൽ ബൈബിൾ ബിലീവിംഗ് ക്രിസ്ത്യൻസിന്റെ ശത്രുക്കളായിട്ട് അവർ മുദ്രയടിക്കപ്പെട്ടു. ഏതൊരു പ്രൊട്ടസ്റ്റന്റുകാരന്റെ ഉള്ളിൽ കത്തോലിക്ക ഓർത്തഡോക്സ് വിഭാഗക്കാരോടുള്ള അടിസ്ഥാനപരമായ വെറുപ്പിന്റെയും വിരോധത്തിന്റെയും വിയോജിപ്പിന്റെയും മൂലകാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ബൈബിളിലെ വ്യത്യാസമാണ്. ബൈബിൾ തിരുത്തിയവർ അല്ലെങ്കിൽ ബൈബിളിനോട് കൂട്ടിച്ചേർത്തവർ. വെളിപ്പാടിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ഇതിനോട് ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ അവൻ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകൾ മുഴുവൻ വരും. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ ബാധകൾ ഏറ്റുവാങ്ങുവാൻ ദൈവത്തിന്റെ ക്രോധാഗ്നി ഏത് നിമിഷവും പതിക്കാവുന്ന വിധത്തിലുള്ളവരാണ് ഓർത്തഡോക്സ് കത്തോലിക്ക വിഭാഗക്കാർ എന്നൊരു ധാരണ ശരാശരി പ്രൊട്ടസ്റ്റന്റുകാരൻ്റെ ഉള്ളു. കാരണം അവർ കൂട്ടിച്ചേർത്തു.
വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ആരെങ്കിലും ഈ പുസ്തകത്തിലെ വചനങ്ങളിൽ നിന്ന് നീക്കം ചെയ്താൽ അവന്റെ മേലും ഈ ബാധകൾ വരും. അപ്പോൾ ഈ പുസ്തകം നീക്കം ചെയ്യുകയാണോ കൂട്ടിച്ചേർക്കുകയാണോ എന്നറിയണമെങ്കിൽ ചരിത്രം നമ്മൾ പരിശോധിക്കണം. ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ എവിടെയാണ് ഈ പുസ്തകങ്ങൾക്ക് പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരുടെയും കത്തോലിക്ക സഭയുടെയും ബൈബിളില് ഈ വ്യത്യാസം ഉണ്ടായത് എന്നാണ്. അത് കൃത്യമായ ഒരു വർഷമുണ്ട്. 1827, വീണ്ടും ശ്രദ്ധിക്കണം, 1827, കേവലം 200 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം, 2 വർഷം കൂടെ കഴിഞ്ഞാൽ 1800 വർഷം ക്രിസ്തീയ സഭ കൊണ്ടു നടന്ന തിരുവെഴുത്തിൽ നിന്ന് ഒരു പ്രധാന ഭാഗത്തെ വെട്ടിമാറ്റിയ പ്രൊട്ടസ്റ്റന്റ് പ്രവർത്തനത്തിന് 200 വർഷം തികയ 2 കൊല്ലം കൂടെ കഴിയുമ്പോൾ. 200 വർഷം മുമ്പാണ് ഈ മഹാപാതകം ചെയ്തത്. അപ്പൊ 1800 വർഷം ക്രൈസ്തവരുടെ ബൈബിളിൽ ഈ പുസ്തകങ്ങളെല്ലാം ഉണ്ടായിരുന്നു. 1827 ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റി അപ്പോക്രിഫ ഉൾപ്പെടുത്തി ബൈബിൾ പ്രിന്റ് ചെയ്താൽ അവർ സബ്സിഡിക്ക് നൽകുന്ന ധനസഹായം നിർത്തുമെന്ന് ബൈബിൾ സൊസൈറ്റികളെ അറിയിച്ചു. 1827 വരെ അച്ചടിച്ച് വിതരണം ചെയ്ത എല്ലാ ബൈബിളുകളിലും, അത് കിങ് ജെയിംസ് വേർഷൻ ആയാൽ അതിൽ പോലും, 1827 മുമ്പ് ഇറങ്ങിയ കിങ് ജെയിംസ് വേർഷൻ ബൈബിളുകളിലും ഈ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. മാർട്ടിൻ ലൂതർ ഉപയോഗിച്ച ബൈബിളിലും ഈ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. മാർട്ടിൻ ലൂതർ തർജ്ജമ ചെയ്ത ബൈബിളിലും ഈ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ ബൈബിളുകളിലും ഈ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ മാർട്ടിൻ ലൂതറിന്റെ കാലത്ത് ഈ പുസ്തകങ്ങളെ പുതിയ നിയമത്തിനും പഴയ നിയമത്തിനും ഇടയിൽ വെച്ചിട്ട് അദ്ദേഹം മറ്റു ഗ്രന്ഥങ്ങളുടെ തുല്യ പ്രാധാന്യമില്ലെന്നൊരു ഫുട് നോട്ട് അതിന് കൊടുത്തു. ഇതാണ് ആദ്യമായിട്ട് വരുന്നത്. മാർട്ടിൻ ലൂതറിന്റെ ഒരു കൈക്കുറ്റപ്പാടാണ്. ചരിത്രം നമ്മൾ കൃത്യമായിട്ട് നോക്കുമ്പോൾ അത് 1534 ദേ ആർ ഗുഡ് ഫോർ റീഡിങ് ബട്ട് നോട്ട് കാനോനിക്കൽ എന്ന് അദ്ദേഹം എഴുതി വെച്ചു. ഇത് കാനോനിക്കൽ എന്ന് എഴുതി വെക്കാൻ യാതൊരു കാര്യമില്ല. കാരണം 1500 വർഷം അത് കാനോന്റെ ഭാഗമായിരുന്നു. പിന്നീട് ആധുനിക കാലത്തേക്ക് വന്നപ്പോ ഈ ബൈബിളിന്റെ പുരാതന കയ്യെഴുത്ത് പ്രതികളില്ല എന്നൊരു ആരോപണം വന്നു. ക്രിസ്ത്യാനികൾ വ്യാപകമായി ബൈബിളിൽ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട് എന്ന് യഹൂദന്മാർ ആരോപിച്ചു. കാരണം യഹൂദന്മാരുടെ പഴയ നിയമ തിരുവെഴുത്തുകളിൽ പ്രവചനങ്ങൾ നിവൃത്തിയായതായിട്ടും യേശുക്രിസ്തു അത് ഉദ്ധരിച്ചതായിട്ടും ശിഷ്യന്മാർ കോട്ട് ചെയ്യുന്നതായിട്ടും ഒക്കെ വന്നപ്പോ യഹൂദന്മാർക്ക് തങ്ങളുടെ മതത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാണെന്ന് തോന്നിയത് കൊണ്ട് അവർ വ്യാപകമായിട്ട് ക്രിസ്ത്യാനികൾക്കെതിരെ ഒരു ആരോപണം വെച്ചു. ക്രിസ്ത്യാനികൾ ബൈബിൾ വ്യാപകമായി തിരുത്തി. അപ്പൊ ബൈബിളിന്റെ ഏൻഷ്യൻ കോപ്പീസ് വേണം എന്ന് പറഞ്ഞ് അന്വേഷിക്കുമ്പോൾ 9-ാം നൂറ്റാണ്ട് വരെ, 9-ാം നൂറ്റാണ്ടിന് മുമ്പ് 8 നൂറ്റാണ്ട് ഒരു രേഖയിൽ യഹൂദന്റെ ബൈബിളിൽ യഹൂദന്റെ കയ്യിലുണ്ടോ എന്ന് വെച്ചാൽ യഹൂദന്റെ കയ്യിലും ഇല്ല. ബൈബിൾ പ്രതികളുണ്ട്, പക്ഷേ പുരാതന കയ്യെഴുത്ത് പ്രതികളില്ല. ഈ പുരാതന കയ്യെഴുത്ത് പ്രതികളുടെ അഭാവം കൊണ്ട് ഈ ആരോപണങ്ങൾ പരസ്പരം ചാരിക്കൊണ്ട് വലിയ അവ്യക്തതയായിരുന്നു ഈ ആത്മീക ലോകത്ത് അല്ലെങ്കിൽ മതലോകത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് 1947 കുമറാൻ എന്ന് പറയുന്ന മലഞ്ചെരുവിൽ ആടുകളെ മേയിച്ചുകൊണ്ട് നിന്ന ഒരു ഇടയച്ചെറുക്കൻ ആടുകൾ മേയുന്നതിന്റെ ഇടവേളകളെ ആനന്ദപ്രദമാക്കാൻ കല്ലെടുത്ത് എറിഞ്ഞ് കളിക്കുമ്പോൾ കല്ല് ചെന്നെന്തോ മുഴക്കമുള്ള വസ്തുവിൽ തട്ടി ഒരു മുഴങ്ങുന്ന ശബ്ദം കേട്ടു. മലയുടെ വിടവിലൂടെ അള്ളിപ്പിടിച്ചിറങ്ങി താഴെ ചെന്ന് നോക്കിയപ്പോ ആ ഇടയച്ചെറുക്കൻ കുറേയേറെ ഭരണികൾ കണ്ടെത്തി. ആ ഭരണികൾ വലിയൊരു ഡിസ്കവറി ആയിരുന്നു. അത് ക്രിസ്തുവിന് മുമ്പ് കുമ്രാന്റെ മലയുടെ വിളിൽ താമസിച്ചിരുന്ന ഒരു സന്യാസ വിഭാഗം, യസീനികൾ എന്ന് പറയുന്ന വിഭാഗക്കാർ തിരുവെഴുത്തുകളുടെ കോപ്പി പകർത്തി എഴുതി അത് റോമാക്കാരാൽ നശിപ്പിക്കപ്പെടാതെ ഭരണികളിൽ അടച്ചു വെച്ചിരുന്നതാണ് കണ്ടെത്തിയത്. അതായത് ക്രിസ്ത്യാനിറ്റി ഉണ്ടാകുന്നതിന് മുമ്പ്, ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് യഹൂദന്മാർ കോപ്പി ചെയ്ത് വെച്ച പഴയ നിയമ തിരുവെഴുത്തുകൾ കണ്ടെത്തി. അതാണ് കുമ്രാൻ സ്ക്രോൾസ് എന്നറിയപ്പെടുന്നത്. ചാവുകടൽ ചുരുളുകൾ എന്നൊക്കെ മലയാളത്തിൽ പറയും. ഈ കുമ്രാൻ സ്ക്രോൾസ് അന്ന് ജെറുസലേമി മാർക്കറ്റിൽ വെച്ച് വിൽക്കുകയായിരുന്നു. അതിന്റെ വിലയോ മൂല്യമോ ഒന്നും ആർക്കും അറിയില്ലായിരുന്നു. പലരും അതങ്ങനെ വിലയ്ക്ക് വാങ്ങി. അപ്പൊ യാക്കോബായ സഭയിലെ ഒരു അച്ഛൻ അതുവഴി ജെറുസലേമി കൂടെ മാർക്കറ്റിൽ കൂടെ പോയപ്പോൾ അദ്ദേഹവും നിസാര വിലയ്ക്ക് അതൊരു മുഴുവൻ വാങ്ങിയില്ല, ഒരു പുസ്തകം വാങ്ങി. അദ്ദേഹം അത് അമേരിക്ക വന്നപ്പോ വലിയ വിലയ്ക്ക് വിറ്റു. അതുകൊണ്ട് യാക്കോബായക്കാർക്ക് അമേരിക്ക ആ പണം കൊണ്ട് വലിയൊരു കെട്ടിടം പണിത്, ആ കെട്ടിടം ഇപ്പോഴും ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നതെന്നു വെച്ചാൽ ആ ഒരു കണ്ടുപിടുത്തത്തോടുകൂടെ ക്രിസ്തുവിന് മുമ്പുള്ള ഒരു കയ്യെഴുത്ത് പ്രതി പഴയ നിയമത്തിന്റെ കിട്ടിയപ്പോൾ ക്രിസ്ത്യാനികൾ ബൈബിൾ തിരുത്തി എന്നുള്ള യഹൂദന്റെ വാദങ്ങൾ അപ്പടെ പൊളിഞ്ഞുപോയി. അപ്പോഴാണ് ഈ തിയോളജിക്കലി എത്രമാത്രം സഹായകരമാണ്, എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് മനസ്സിലാകുന്നത്. അതിനു മുമ്പ് നടന്ന ഒരു കണ്ടുപിടുത്തം 1844 മുതൽ 1859 വരെയുള്ള കാലയളവിലാണ് ഈ കാതറിൻ മൊണാസ്ട്രിയിൽ നിന്ന്, ഈജിപ്തിലെ സീനായ് മലയുടെ താഴെയുള്ള മൊണാസ്ട്രിയിൽ നിന്ന് ക്രൈസ്തവരുടെ സന്യാസാശ്രമത്തിൽ നിന്ന് ബൈബിൾ പ്രതികൾ കണ്ടെടുക്കുന്നു. അത് ക്രിസ്ത്യാനികളുടെ ഏറ്റവും പുരാതനമായ കോഡക്സ് എന്ന് പറഞ്ഞാൽ പുസ്തകം എന്നാണ് അർത്ഥം. ഈ തിരുവെഴുത്തുകൾ ഓരോ പുസ്തകങ്ങളുടെ പാർച്ച്മെന്റ്സ് ആയിട്ടും ചെറിയ ചെറിയ കഷണങ്ങളായിട്ടും
ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ട് കിട്ടുന്ന ബൈബിളിന്റെ ഒരു കോപ്പി എന്ന് പറഞ്ഞാൽ ഒരു ക്രെഡിറ്റ് കാർഡിനേക്കാൾ വലിപ്പം കുറഞ്ഞ ഒരു ചെറിയ കഷ്ണമാണ്, P52 എന്നൊക്കെ പറയും. അപ്പൊ പൂർണ്ണമായിട്ടും ഒരു പുസ്തക രൂപത്തിലുള്ള ഏറ്റവും പുരാതന പ്രതി കിട്ടുന്നത് കാതറിൻ മൊണാസ്ട്രിയിൽ നിന്നാണ് 1844. അതിനെയാണ് കോഡക്സ് സിനൈറ്റിക്കസ് എന്ന് പറയുന്നത്. അപ്പൊ ക്രിസ്തീയ സഭയ്ക്ക് ഇന്ന് ആധികാരികമായിട്ട് പറയാൻ 2 കോഡക്സ് ആണുള്ളത്. കോഡക്സ് എന്ന് പറഞ്ഞാൽ പുസ്തകം എന്നാണ്, 2 പുസ്തകമാണുള്ളത്. അത് ഒന്ന് കോഡക്സ് വത്തിക്കാനസും 2 കോഡക്സ് സിനൈക്കറ്റിസുമാണ്. ഈ സിനൈറ്റിക്കസ് ആണ് ഏറെക്കുറെ പൂർണ്ണമായ ബൈബിളുള്ളത്. ഈ കോഡക്സ് സിനൈറ്റിക്കസിൽ ഈ പ്രൊട്ടസ്റ്റന്റുകാർ തള്ളിക്കളയുന്നതും പരിഹസിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഈ അപ്പോക്രിഫ എന്ന് വിളിക്കുന്ന ഈ പുസ്തകങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ ഏറ്റവും പുരാതനമായ ക്രിസ്തീയ സഭയ്ക്ക് ഇന്ന് മനുഷ്യരുടെ വെട്ടത്ത് എടുത്തു കാണിക്കാൻ ഈ 4-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട കോഡക്സ് സിനൈറ്റിക്കസേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഏൻഷ്യന്റ് മാനുസ്ക്രിപ്റ്റ്. അപ്പൊ അതിനപ്പുറത്തുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ബൈബിൾ ആധികാരികമാണെന്ന് പറയുന്ന ബിബ്ലിസിസ്റ്റിനെ പോലെയുള്ള ആളുകൾക്ക് മനസ്സിലാകേണ്ടത് ബൈബിളിന്റെ ആധികാരികത 4-ാം നൂറ്റാണ്ട് വരെ മാത്രമേ ഉള്ളൂ. ബാക്കി 3 നൂറ്റാണ്ടുകൾ 300ഓളം വർഷങ്ങൾ ടെസ്റ്റിഫൈ ചെയ്യാൻ, അറ്റസ്റ്റ് ചെയ്യുവാൻ, ഓതന്റിക്കേറ്റ് ചെയ്യുവാൻ ഇവിടെ നിലനിൽക്കുന്ന സഭയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. നോ ഓതന്റിസിറ്റി. ബൈബിളിന് ഒരു ഓതന്റിസിറ്റിയും ഇല്ല. കാരണം ഏറ്റവും ഏൻഷ്യന്റ് കോപ്പി കിട്ടിയിരിക്കുന്നതാണ്. അല്ല 1-ാം നൂറ്റാണ്ടിലെ മാനുസ്ക്രിപ്റ്റ് കൊണ്ട കാണിക്കണം ഇതാണെന്ന്. അപ്പൊ 300 വർഷം കത്തോലിക്ക സഭ ജാമ്യം നിൽക്കുന്നു, ഓർത്തഡോക്സ് സഭ സാക്ഷി നിൽക്കുന്നു. അപ്പൊ ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയും ജാമ്യം നിൽക്കുകയും സാക്ഷി നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ബൈബിൾ നിലനിൽക്കുന്നത്. അവരുടെ കയ്യിലിരിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യ സംസ്കൃതിയുടെ കയ്യിലിരിക്കുന്ന, അല്ലെ ക്രൈസ്തവ സഭയുടെ കയ്യിലിരിക്കുന്ന ബൈബിളിന്റെ ഏറ്റവും പുരാതനമായ കയ്യെഴുത്തു പ്രതിയിൽ വേണ്ട എന്നിവർ പറയുന്ന ഈ പുസ്തകങ്ങളുണ്ട്. അവരത് സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് 1827 ഇവർ ഈ മഹാപാതകം ചെയ്തത്. അപ്പൊ എന്താണ് അവർ ചെയ്തത് എന്ന് ചോദിച്ചാൽ, ലൂതർ ചില ചർച്ചകളിലൊക്കെ ഏർപ്പെടുമ്പോൾ ഈ പുസ്തകങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികൾ തന്റെ ആശയ പ്രചരണത്തിന് തടസ്സമെന്ന് തോന്നി. അത് പല പ്രൊട്ടസ്റ്റന്റുകാർക്കും തോന്നി. അങ്ങനെ അവർ ഈ പുസ്തകങ്ങൾ ഒഴിവാക്കി ഒരു കാനോൻ ഉണ്ടാകുവാൻ, ഈ പുസ്തകങ്ങൾ ഒഴിവാക്കി കൂടെ തന്നെ പുതിയ നിയമത്തിൽ നിന്ന് യാക്കോബിന്റെ പുസ്തകം, എബ്രായ ലേഖനമൊക്കെ ഒഴിവായി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ലൂതർ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ പല പ്രൊട്ടസ്റ്റന്റുകാരും ആഗ്രഹിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളും ആഗ്രഹിക്കുന്നു, നമുക്ക് ഇഷ്ടമില്ലാത്ത ആ പുസ്തകം കൂടെ വേണ്ടായിരുന്നു. ഇതാണ് സ്ഥിതി. ഇനി മറ്റൊന്ന്, യഹൂദന്മാരുടെ കാനോൻ 22 എന്ന് നിജപ്പെടുത്തിയിരുന്നു. 22 യഹൂദന്മാരുടെ കാനോൻ നിജപ്പെടുത്തിയിരുന്നു എന്ന് ജോസീഫസ് എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് 22 യഹൂദന്മാരുടെ കാനോൻ നിജപ്പെടുത്തിയിരുന്നത്? 22 പുസ്തകങ്ങളാണ് യഹൂദന്റെ കാനോനിലുള്ളത്. 22 അക്ഷരമാണ് എബ്രായ ഭാഷയ്ക്കുള്ളത്. അതുകൊണ്ടാണ് അവർ 22ന്റെ പ്രാധാന്യം അതാണ്. 22 അക്ഷരങ്ങളാണ്. ആദം മുതൽ 22ാമത്തെ ജനറേഷനിലാണ് വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്ക് ജനിക്കുന്നത്. അതുകൊണ്ട് അവർ 22 എന്നുള്ള ആ സംഖ്യ യഹൂദന്മാരുടെ ഇടയിൽ, കബാലിസ്റ്റുകളുടെ ഇടയിൽ ഒരു മാന്ത്രിക സംഖ്യയായി കണക്കാക്കപ്പെടുന്നു. 22 ചുവടുകൾ കൊണ്ട് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു എന്നൊക്കെ സെഫർ ബുക്കിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ 22 പുസ്തകങ്ങളായിട്ട് അവർ നിജപ്പെടുത്തിയിരുന്നു. അപ്പൊ ജൂവിഷ് കാനോൻ 22 പുസ്തകങ്ങളായിരുന്നു. അത് ചില പുസ്തകങ്ങളെ ഒരു പുസ്തകമായിട്ട് കണക്കാക്കുകയും എന്ന് പറയും, ഇന്ന് നമുക്ക് 1 ശമൂവേൽ 2 ശമൂവേൽ 1 രാജാക്കന്മാർ 2 രാജാക്കന്മാർ, അതൊക്കെ 1 ശമൂവേൽ 2 ശമൂവേൽ ഒരു ബുക്കായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണ് അവർ അത് 22 എന്ന് അവരുടെ കാനോൻ നിജപ്പെടുത്തിയത്. എന്നാൽ മോഡേൺ ജൂവിഷ് ബൈബിൾ കാനോൻ വരുമ്പോൾ 24 ആയിട്ടുണ്ട്. പക്ഷെ ഏൻഷ്യൻ ജൂവിഷ് 22 വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ കാനോൻ വരുന്ന സമയത്തും പൗരസ്ത്യ സഭകൾ 22 വെച്ചിട്ടുണ്ട് പുതിയ നിയമത്തിന്റെ പുസ്തകങ്ങളും. ഇന്ന് 27 പുതിയ നിയമ ഗ്രന്ഥങ്ങൾ. അപ്പൊ 5 പുസ്തകങ്ങൾ ഒഴിവാക്കി, വിശേഷിച്ചിപ്പോ സുറിയാനി സഭയുടെ ലിറ്റാർജി നോക്കുമ്പോൾ 22 പുസ്തകങ്ങളിൽ നിന്നാണ് വായന കൊടുക്കുന്നത്. കാരണം 22 പുസ്തകം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വെളിപ്പാട് പുസ്തകം, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, 2 പത്രോസ്, യൂദായുടെ ലേഖനം, ഇങ്ങനെ 5 പുസ്തകങ്ങൾ ഒഴിവാക്കി 22 പുസ്തകങ്ങളാണ് അവര് കാനോനായിട്ട്. ആ കാനോനെ പ്രഥമ കാനോൻ എന്നാണ് പറയുന്നത്. എന്നാൽ ഈ പറഞ്ഞ ബാക്കി പുസ്തകങ്ങളെ തള്ളിക്കളയുന്നില്ല. ആ പുസ്തകങ്ങളെ ദ്വിതീയ കാനോൻ എന്ന് പറയും. അപ്പൊ പ്രഥമ കാനോനും ദ്വിതീയ കാനോനുമുണ്ട്. അല്ലെങ്കിൽ ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ എന്ന്, പൂർവ്വ കാനോനിക ഗ്രന്ഥങ്ങൾ എന്നും വിളിക്കാറുണ്ട്. അതായത് 22 പുസ്തകങ്ങളാണ് പൂർവ്വ കാനോനിക ഗ്രന്ഥങ്ങൾ. 5 പുസ്തകങ്ങളെ ഉത്തര കാനോനിക ഗ്രന്ഥങ്ങളാക്കുന്നു. കാരണം 22 എന്ന മാന്ത്രിക സംഖ്യ തികയ്ക്കാൻ വേണ്ടി 22 പുസ്തകങ്ങൾ പൂർവ്വ കാനോനിക ഗ്രന്ഥങ്ങളും ബാക്കി 5 പുസ്തകങ്ങൾ ഉത്തര കാനോനിക ഗ്രന്ഥങ്ങളുമാണ്. സ്റ്റിൽ ദോസ് ബുക്സ് ആർ കാനോനിക്കൽ. അതുപോലെ യഹൂദന്റെ നോക്കിയാൽ 22 പുസ്തകമാണ് അവരുടെ പൂർവ്വ കാനോനിക പുസ്തകങ്ങൾ. പിന്നീടുള്ള ഉത്തര കാനോനിക പുസ്തകങ്ങളാണ്. ഇവിടെ കുറച്ചു മുമ്പ് ആശംസ അർപ്പിക്കാൻ വന്ന ബിബ്ലിസിസ്റ്റ് പറഞ്ഞു, യേശുക്രിസ്തു പറഞ്ഞു സക്രിയ വരെ, അദ്ദേഹത്തിന് അറിയാമോ എന്ന് അറിയത്തില്ല സക്രിയ ഏതാണ്. ഈ പ്രവചന പുസ്തകം എഴുതിയ സക്രിയ ആണെന്ന് ചിലപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതൊന്നുമല്ല, അത് ദിനവൃത്താന്ത പുസ്തകത്തിലെ സക്രിയമാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, യഹൂദന്റെ തോറയിൽ നിന്ന് ലിസ്റ്റ് ഓഫ് മാർട്ടിയേഴ്സ് ഫ്രം ആബെൽ ടു സക്രിയ, ആ തോറയിൽ നിന്ന് പറയുന്നതാണ്. തോറയെ ഉദ്ധരിച്ചിട്ടാണ് യേശു അവരെ പ്രബോധിപ്പിച്ചുകൊണ്ടിരുന്നത്. കാരണം യേശുവിന്റെ ശ്രോതാക്കൾ, യേശുവിന്റെ ഒപ്പോണൻസ് കൂടുതലും സദൂക്യരായിരുന്നു. സദൂക്യര്
5 പുസ്തകങ്ങളും പിന്നെ മിനിമം ഹിസ്റ്റോറിക്കൽ പുസ്തകങ്ങൾ മാത്രമേ അവർ എടുക്കത്തുള്ളൂ. അവർ പ്രോഫറ്റിക്കൽ ബുക്കുകൾ ഒന്നും എടുക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ യേശുക്രിസ്തു പ്രതിഷ്ഠാ പെരുന്നാളിന് പങ്കെടുക്കാൻ പോയി എന്ന് യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലുണ്ട്. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അതിനുശേഷം യഹൂദന്മാരുടെ പെരുന്നാൾ വന്നപ്പോൾ യേശുക്രിസ്തു ആ പെരുന്നാൾ കൂടാൻ പോയി എന്ന് നമുക്ക് കാണാം. അത് യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ നിങ്ങൾക്ക് കാണാം. പ്രതിഷ്ഠാ പെരുന്നാൾ ഉണ്ടായപ്പോൾ യേശുക്രിസ്തു ആ പ്രതിഷ്ഠാ പെരുന്നാൾ കൂടുവാൻ വേണ്ടി യെരുശലേമിലേക്ക് പോയി. ഈ അപ്പോക്രിഫ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പോക്രിഫ എന്ന് പറഞ്ഞാൽ അപ്പോ എന്ന് പറഞ്ഞാൽ എവേ എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ അർത്ഥം കേട്ടോ. ഈ അപ്പോക്രിഫ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും, ഭൂരിപക്ഷം ആളുകൾക്കും അതിന്റെ അർത്ഥം അറിയത്തില്ല ക്രിഫ എന്ന് പറഞ്ഞാൽ. എന്നാൽ നിങ്ങൾക്കെല്ലാം അറിയുകയും ചെയ്യാം. അതിന്റെ കാരണം ഗ്രീക്ക് ഭാഷയിലെ ക്രിപ്റ്റോ എന്ന പദത്തിൽ നിന്നാണ് ഈ ക്രിഫ എന്ന് പറഞ്ഞാൽ. അപ്പോക്രിഫ അത് ക്രിപ്റ്റോസ് ആണ്. ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്നത്, മറച്ചു വെക്കുന്നത്. നിങ്ങൾക്കറിയാം ക്രിപ്റ്റോ കറൻസി ഇന്ന് വളരെ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാനും കാണാനും പറ്റാത്ത കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി. അത് ക്രിപ്റ്റിക് ആണെന്ന് പറഞ്ഞാൽ അത് കോഡഡ് ആണ്. അത് ക്രിപ്റ്റോ കറൻസി എന്ന് പറയും. അതുപോലെ തന്നെ രഹസ്യമായിട്ട് പേര് മാറ്റാതെ ഇപ്പൊ ഒരു ഹിന്ദു ക്രിസ്ത്യാനിയായിട്ട് നടക്കുകയാണെങ്കിൽ, അല്ലെ നിരീശ്വരവാദിയാണെന്ന് പുറത്തൊക്കെ പറഞ്ഞിട്ട് ഉള്ളിൽ കിടക്കാൻ നേരത്തെ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, രക്തത്താ കഴുകണമേ, മുദ്ര അടിക്കണമെന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന ഒരുപാട് നിരീശ്വരവാദികൾ ഈ ക്ലബ് ഹൗസിലുണ്ട്. പരസ്യമായിട്ട് വന്നു കഴിയുമ്പോൾ ക്ലബ് ഹൗസിൽ ഇരുന്ന് യേശുവിനെ ചീത്ത് വിളിക്കും, യേശുവിന്റെ അമ്മയെ ചീത്ത് വിളിക്കും. പക്ഷേ കിടക്കാനെല്ലാം പൊറുക്കണമേ, കനിയണമേ, കർത്താവേ എന്ന് പറഞ്ഞ് കൊന്തവല്ലി കിടന്നുറങ്ങുന്ന കത്തോലിക്കൻ, മുൻ കത്തോലിക്കൻ ക്ലബ് ഹൗസിലുണ്ട്. അങ്ങനെയുള്ളവരെ വിളിക്കുന്നത് ക്രിപ്റ്റോ കാതലിക് അല്ലെ ക്രിപ്റ്റോ ക്രിസ്ത്യൻ എന്നൊക്കെ വിളിക്കും. മറഞ്ഞിരിക്കുന്ന ക്രിസ്ത്യാനി, ക്രിപ്റ്റോ ക്രിസ്ത്യൻ. അപ്പൊ ഈ ക്രിപ്റ്റോ എന്ന പദം നമുക്ക് വളരെ പരിചയമാണ്. ആ പദം വന്ന ഗ്രീക്ക് പദമാണ്. അപ്പോ എന്ന് പറഞ്ഞ എവേ, അപ്പോ മറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോക്രിഫ എന്ന് പറയുന്നത്. ഈ അപ്പോക്രിഫ എന്ന പേര് ഇവർ കൊടുക്കുന്നതാണ്. അപ്പോക്രിഫ എന്ന് ലൂതറൻ ടീം അതിനെ വിളിക്കുകയാണ്. പക്ഷേ ആധികാരികമായി പുരാതന സഭകളെ സംബന്ധിച്ച് ദീസ് ബുക്സ് ആർ നോൺ ആസ് ഡിയട്രോ കാനോനിക്കൽ ബുക്സ്. അതായത് ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ, മറ്റേത് പൂർവ്വ കാനോനിക ഗ്രന്ഥങ്ങൾ. അപ്പൊ പൂർവ്വ കാനോനിക ഗ്രന്ഥങ്ങളും ഉത്തര കാനോനിക ഗ്രന്ഥങ്ങളുമായി തിരിക്കപ്പെടുമ്പോൾ പൂർവ്വ കാനോനിക ഗ്രന്ഥങ്ങൾക്കൊപ്പം തന്നെ ഉത്തര കാനോനിക ഗ്രന്ഥങ്ങളുമുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഈ പ്രതിഷ്ഠാ പെരുന്നാളിന് യേശുക്രിസ്തു പോകുന്നു. യേശുക്രിസ്തു ഈ പ്രതിഷ്ഠാ പെരുന്നാളിന് പോയി എന്ന് പറയുമ്പോൾ ഈ ബിബ്ലിസിസ്റ്റിനെ പോലെയുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ബൈബിളിൽ അദ്ദേഹം വളരെ ആധികാരികമായും ആചാരമായും ഒക്കെ സംസാരിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞു ഈ പ്രതിഷ്ഠോത്സവത്തിന് വേണ്ടി യേശു പോയി എന്ന് കാണുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 10:22. ബൈബിളിൽ കാണുമ്പോൾ യഹൂദന് 7 പെരുന്നാളാണ്. യഹോവയുടെ 7 ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ 7 പെരുന്നാളാണ്. പെസഹ പെരുന്നാളും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളും ആദ്യഫല പെരുന്നാളും തുടങ്ങി കൂടാര പെരുന്നാൾ വരെ, മഹാപാപ പരിഹാര പെരുന്നാൾ, കാഹള പെരുന്നാൾ, ഈ 7 പെരുന്നാളുകളല്ലാതെ ഈ പ്രതിഷ്ഠാ പെരുന്നാൾ എവിടെ വന്നു? യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 10-ാം അധ്യായം 22. ഞാൻ ഒരൊറ്റ എക്സാമ്പിളേ പറയുന്നുള്ളൂ. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 10:22 നിങ്ങളെല്ലാം എടുത്ത് തുറന്നു വായിക്കണം. അവിടെ പ്രതിഷ്ഠോത്സവം ആചരിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ പ്രതിഷ്ഠോത്സവം പഴയ നിയമത്തിൽ കാണിച്ചു തന്നാൽ അന്നുകൊണ്ട് നമ്മൾ പ്രസംഗം നിർത്തും. അപ്പൊ പഴയ നിയമത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പ്രൊട്ടസ്റ്റന്റുകാർ ഉപയോഗിക്കുന്ന പഴയ നിയമത്തിൽ അതില്ല. എന്നാൽ ഇത് എവിടെ വന്നേ? മക്കബായരുടെ പുസ്തകത്തിൽ ഇതുണ്ട്. അന്ത്യോക്യസ് എപ്പിഫാനസ് ദൈവാലയം അശുദ്ധമാക്കി പന്നിച്ചോരെ അർപ്പിച്ചത്. അതിനുശേഷം അവിടെ ഒരു മക്കോബിയൻ റിവോൾട്ട് ഉണ്ടായി. ജെറുസലേം ദൈവാലയത്തെ റിസ്റ്റോർ ചെയ്തതിന്റെ ഓർമ്മയാണ് ഹനൂക്ക എന്ന് പറയുന്ന ഫെസ്റ്റിവൽ. ഇന്നും അമേരിക്കയിലും യൂറോപ്പിലും മലയാളികൾക്ക് യഹൂദന്മാരുള്ള സ്ഥലങ്ങളിലൊക്കെ കാണാം ഹനൂക്ക അവർ സെലിബ്രേറ്റ് ചെയ്യും. അപ്പൊ പ്രതിഷ്ഠോത്സവം എന്ന് പറഞ്ഞൊരു പെരുന്നാൾ യഹൂദന്റെ ഔദ്യോഗികമായി ബൈബിൾ എന്ന് പറഞ്ഞാൽ പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ കാണുന്ന പെരുന്നാളുകളുടെ പട്ടികയിലില്ല. എന്നാൽ അത് അപ്പോക്രിഫ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന മക്കബായരുടെ പുസ്തകത്തിലുണ്ട്. ആ പെരുന്നാൾ കൂടാൻ വേണ്ടി യേശു പോയിട്ടുണ്ട്. അത് യോഹന്നാൻ ശ്ലീഹ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തു അപ്പോക്രിഫ പുസ്തകത്തെ ഒന്നും റെക്കഗ്നൈസ് ചെയ്തില്ല, അക്നോളജ് ചെയ്തില്ല എന്നൊക്കെ പറയുന്നത് പമ്പര വിഡ്ഢിത്തരമാണ് എന്ന് മാത്രം ഞാൻ പറയുക. അപ്പൊ ഈ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ചരിത്രപരമായിട്ടും ഒക്കെ വലിയ സാധൂകരണമുള്ളതാണ്. മത്തായി ശ്ലീഹയുടെ സുവിശേഷം വായിക്കുമ്പോൾ അതിന് തൊട്ടു പുറകിൽ പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ മലാക്കിയുടെ പുസ്തകമാണ്. പിന്നീട് 440 വർഷം ഗ്യാപ്പാണ്. ഈ 440 വർഷം there were no prophets among the people of God and there were no oracles from God എന്നാണ് സാഹിബുമാർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അരുളപ്പാടുകളില്ലാതെ, ദൈവത്തിന്റെ പ്രവാചകന്മാരില്ലാതെ 440 സൈലന്റ് ഇയേഴ്സ് അല്ലെങ്കിൽ ദ പീരീഡ് ഓഫ് ട്രാൻസിഷൻ എന്നൊക്കെ അവർ വിളിക്കും. പക്ഷെ വാസ്തവം അതാണോ? ഈ 440 വർഷം സംഭവ ബഹുലമായിരുന്നു. 440 വർഷം യഹൂദന്റെ ജീവിതത്തിൽ, യഹൂദന്റെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വന്നു. പൊളിറ്റിക്കലി, ഇക്കണോമിക്കലി, ലിംഗ്വിസ്റ്റിക്കലി അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഭാഷാപരമായി, രാഷ്ട്രീയമായി, സാമ്പത്തികമായി വലിയ വ്യതിയാനങ്ങൾ, വലിയ പരിവർത്തനങ്ങൾ ഉണ്ടായി. ഗോഡ് വാസ് പ്രിപ്പയറിംഗ് ദ വേൾഡ് ടു സെൻഡ് ഹിസ് സൺ എന്നാണ് ഡൊണാൾഡ് ഗത്രി എന്ന് പറയുന്ന ആ ദൈവചിന്തകൻ അതേക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പ്രൊട്ടസ്റ്റന്റുകാരനാണ്, എങ്കിലും അദ്ദേഹം പേന എടുത്ത് എഴുതിയപ്പോൾ സത്യം എഴുതി. അപ്പൊ ഹൗ ഗോഡ് പ്രിപ്പയർ ദിസ് വേൾഡ്, രാഷ്ട്രീയമായും സാമ്പത്തികമായും സാംസ്കാരികമായും ഭാഷാപരമായും ഒക്കെ പരിവർത്തനങ്ങളുണ്ടായി, രൂപപ്പെട്ടു വന്നു.
ദൈവത്തിന്റെ പുത്രൻ അവതരിക്കുവാൻ കൃത്യമായ ഒരു സമയം. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നത് വെൻ ടൈം ഹാഡ് ഫുള്ളി കം, കാലം പൂർണ്ണതയിലെത്തിയപ്പോൾ, സമയം സമാഗതമായപ്പോൾ. എന്ന് പറഞ്ഞാൽ കാലം എങ്ങനെയാണ് പൂർണ്ണതയിലെത്തിയത്? ദൈവപുത്രന്റെ ആഗമനത്തിന് വേണ്ടി പരുവപ്പെട്ടു. അതെങ്ങനെയൊക്കെ പരുവപ്പെട്ടു എന്ന് മനസ്സിലാകണമെങ്കിൽ ഈ മലാഖി മുതൽ മത്തായി വരെയുള്ള 440 സൈലന്റ് ഇയേഴ്സ് എന്ന് പറഞ്ഞ് ഇവർ കണ്ണടച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ കാലഘട്ടത്തിലെ സംഭവങ്ങളെക്കുറിച്ചും ആ കാലഘട്ടത്തിലെ പശ്ചാത്തലങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുവാൻ ഈ പുസ്തകങ്ങളുടെ വായനയും പഠനവും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഒരിക്കലും ക്രിസ്ത്യാനികൾക്ക് ഒരു വാക്യം വായിക്കുമ്പോൾ ടെക്സ്റ്റ് വായിച്ചിട്ട് തോന്നിവാസം വ്യാഖ്യാനിക്കല്ല. ടെക്സ്റ്റ്, പ്രീ ടെക്സ്റ്റ്, കോണ്ടെക്സ്റ്റ് ആൻഡ് ഓഡിയൻസ് റെലവൻസ് എന്നിങ്ങനെ ഒരു വാക്യം വായിച്ച് വിശദീകരിക്കണമെങ്കിൽ, അതിന്റെ കോണ്ടെക്സ്റ്റ് പഠിക്കണമെങ്കിൽ ഈ പുസ്തകങ്ങൾ വളരെ അത്യന്താപേക്ഷിതമാണ്. ഇത് പ്രവചന പുസ്തകങ്ങളുടെ സ്വഭാവമില്ല. കാരണം ബൈബിളിൽ പല പുസ്തകങ്ങളുണ്ട്, എഴുത്തുകളുണ്ട്, കാവ്യങ്ങളുണ്ട്, പ്രവചനങ്ങളുണ്ട്, ചരിത്ര പുസ്തകങ്ങളുണ്ട്. അപ്പൊ അതിന് ആസ്വാദ്യതയും എന്നോട് ഒരാൾ പറഞ്ഞു അപ്പോക്രിഫ വായിച്ചിട്ട് ആത്മീയമായിട്ട് വലിയ ഉത്തേജനമൊന്നും കിട്ടുന്നില്ല. അപ്പൊ ദിനവൃത്താന്ത പുസ്തകം വായിക്കുമ്പോൾ എന്താ ആത്മീയ ഉത്തേജനമാണ് കിട്ടുന്നത് ഞാൻ ചോദിച്ചു. പിന്നെ അതേ ഒന്നും വേണ്ടി. അപ്പൊ ഇത് വളരെ അത്യന്താപേക്ഷിതമാണ്. ക്രിസ്തീയ ദൈവശാസ്ത്രവും ബൈബിൾ വ്യാഖ്യാനവും ചെയ്യുന്ന ആളുകൾക്ക് ഈ പുസ്തകങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല. ഇത് ക്രിസ്തീയ സഭയുടെ തിരുവെഴുത്തിന്റെ മാറ്റാൻ പറ്റാത്ത ഭാഗമായി 1827 വരെ നിലനിന്നിരുന്നു. അതായത് 198 വർഷം മുമ്പ് വരെ ഭൂമിയിൽ ക്രിസ്തീയ തിരുവെഴുത്തുകൾ വായിച്ചിട്ടുള്ളവരെല്ലാം ഈ പുസ്തകങ്ങളും ചേർത്താണ് വായിച്ചിട്ടുള്ളത്. ഈ പുസ്തകങ്ങളും കൂടെ ചേർത്താണ് മനസ്സിലാക്കിയത്. അത് ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റി 1827 ഇനി ഈ പുസ്തകങ്ങൾ അച്ചടിച്ചാൽ ഫണ്ട് തരിക എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ, ഇപ്പോൾ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കാരെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ ബ്രിട്ടീഷ് ബൈബിൾ സൊസൈറ്റി ഭീഷണിപ്പെടുത്തിയപ്പോൾ പ്രിന്റിങ് നിർത്തിവെച്ചാണ്. അതുകൊണ്ടാണ് നമ്മുടെ മലയാള സത്യവേദ പുസ്തകത്തിൽ, കാരണം അവിടുന്ന് ഹ്യൂജ് ഫണ്ട് മേടിച്ചിട്ടാണ് ഈ നിസാര വിലയ്ക്ക് ബൈബിൾ അച്ചടിച്ചു കൊടുക്കുന്നത്. ഹൈലി ഡിസ്കൗണ്ടഡ് ആണ്. കാരണം ബൈബിളിന്റെ വില 30 രൂപ 40 രൂപയ്ക്കൊക്കെ അത്രയും വലിയ പുസ്തകം അത്രയും മേനിക്കടലാസിൽ അച്ചടിച്ച് നല്ല ബൈൻഡിങ്ങോടുകൂടെ കൊടുക്കുക അസാധ്യമാണ്. അത് ഈ ബ്രിട്ടീഷ് ബൈബിൾ സൊസൈറ്റി ഒക്കെ ഹ്യൂജ് ഫണ്ട് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ അടിക്കാൻ സാധിച്ചത്. മറ്റു മതക്കാർക്കൊന്നും അവരുടെ മതഗ്രന്ഥങ്ങൾ അത്രയും സൗജന്യ നിരക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആ ബ്രിട്ടീഷ് ബൈബിൾ സൊസൈറ്റി ഭീഷണിപ്പെടുത്തി ഈ പുസ്തകങ്ങളെ ഒഴിവാക്കിച്ചതാണ്. ഞാൻ ഒരു കാര്യം പറയാം, ക്രിസ്തീയ തിരുവെഴുത്തുകളിൽ നിന്ന് ക്രിസ്തീയ തിരുവെഴുത്തുകളിലേക്ക് കത്തോലിക്ക സഭയോ ഓർത്തഡോക്സ് സഭയോ ഈ പുസ്തകങ്ങളെ തിരികെ കയറ്റുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്തിട്ടില്ല. അത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം അവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പുസ്തകങ്ങളെ കൂട്ടിച്ചേർത്താൽ ശിക്ഷാവിധി വരുമെന്ന് പറഞ്ഞ് വെളിപാട് പുസ്തകത്തിലെ ഒരു ശിക്ഷയും ഒരു കത്തോലിക്കന്റെയോ ഒരു ഓർത്തഡോക്സുകാരന്റെയോ തലയിൽ പതിക്കുകയില്ല. മറിച്ച് പ്രത്യുത ഇതിൽ നിന്ന് പുസ്തകങ്ങളെ നീക്കിക്കളഞ്ഞാൽ അതേ ശിക്ഷാവിധി തലയെ പതിക്കും എന്ന് പറഞ്ഞ ആ ശിക്ഷാവിധി 66 പുസ്തകം കൊണ്ട് നടക്കുന്ന ഓരോരുത്തരുടെയും തലയിൽ വെളിപാട് പുസ്തകത്തിലെ എല്ലാ ഇടിവാളും വന്നു വീഴുമെന്നും കൂടെ ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരും സഹായിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു ഷിബു പാസ്റ്റർ. താങ്ക് യു. നമ്മുടെ ഇന്നത്തെ ഈ കോൺക്ലേവിലെ 1ാമത്തെ പ്രഭാഷണമാണ് ഇപ്പോൾ സമാപിച്ചത്. മറ്റനേകം പ്രഭാഷകർ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി നമ്മുടെ ഈ ഫോർമാറ്റ് അനുസരിച്ച് 1ാമത്തെ പ്രഭാഷണം കഴിഞ്ഞാൽ ഇന്ററാക്ഷൻ റൗണ്ടാണ്. ഓക്കെ. ഞാൻ ഈ ഇന്ററാക്ഷന് വേണ്ടി ഞാൻ ചോദ്യങ്ങൾ ഷിബുചാനോട് ചോദിക്കേണ്ടവരുണ്ട്. അത്യാവശ്യം നിങ്ങൾ ഒന്ന് ബ്ലിങ്ക് ചെയ്താൽ മതി, ഞാൻ അവരിലേക്ക് വരാം. ആരാണ് ഫസ്റ്റിലെ ചോദ്യം ചോദിക്കുന്നത്? ബ്ലിങ്ക് ഓക്കെ. എം കെ പ്ലീസ് ടേക്ക് യുവർ മൈക്ക്. സിബിച്ചാനോടാണ്. അതായത് വെളിപ്പാട് പുസ്തകത്തില് പിന്നെ എന്താ പറയാ ID വന്ന് പതിക്കുമെന്ന് പറഞ്ഞ പ്രസ്താവന, അതിനു മുൻപ് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച ഈ സുവിശേഷം ഇതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിലെ ദൂതരാകട്ടെ അത് അറിയിച്ചാൽ അവർ ശപിക്കപ്പെട്ടവരെന്നാണ് ദൈവവചനം പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ ഈ അപ്പോക്രിഫ ഈ പുസ്തകങ്ങളെ അപ്പോസ്തലന്മാർ ഉപയോഗിച്ചിട്ടില്ല. അവര് ക്രിസ്തുവിനെ സാക്ഷി നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇരിക്കെ ഈ ശിഷ്യന്മാർ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ ഈ അപ്പോക്രിഫ എവിടെയെങ്കിലും ഉപയോഗിച്ചതായിട്ട് തെളിവുണ്ടോ? ഇല്ല എങ്കിൽ ഈ വാക്യം അന്വർത്ഥമല്ലേ? അതായത് MK ചോദിച്ചത് പൗലോസ് ലീഹ പറഞ്ഞ സുവിശേഷം ഇതിനെതിരായിരുന്നു എന്നുള്ള വിധത്തിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഗലാത്യ ലേഖനത്തിൽ എന്ത് സുവിശേഷമാണ് പൗലോസ് ലീഹ പറഞ്ഞത്? ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ സുവിശേഷം എന്താണ്? അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവൻ ശാപഗ്രസ്തൻ. ഇന്ററാക്ഷന്റെ സമയത്ത് അദ്ദേഹത്തിന് അവസരം കൊടുത്തിട്ട് മൈക്ക് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കൾ എടുക്കുക. അദ്ദേഹം പറയട്ടെ, പറയാൻ അവസരം. അല്ല, അദ്ദേഹം പറയട്ടെ. അദ്ദേഹത്തിന് അറിയാവുന്ന അറിയാമല്ലോ. MK പറ, ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞ സുവിശേഷം എന്താണ്? ഓക്കെ, ഗലാത്യ ലേഖനത്തില് പറഞ്ഞിരിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. ആ
അതിന് വിപരീതമായ കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിനപ്പുറത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. യേശുക്രിസ്തുവിനെ പറ്റിയാണ്. പക്ഷെ ഗലാത്യ ലേഖനത്തിൽ എന്താണ് പറയുന്നത്? ഗലാത്യ ലേഖനത്തിന്റെ പ്രധാന പ്രമേയം എന്താണ്? ഗലാത്യ ലേഖനത്തിന്റെ പ്രധാന പ്രമേയം കൃപയുടെ സുവിശേഷമാണ്, ഗോസ്പൽ ഓഫ് ഗ്രേസ്. രക്ഷ എന്നുള്ളത് സൗജന്യമാണെന്നും അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയാൽ ലഭിക്കുന്നതാണ് എന്നും പ്രസ്താവിക്കുകയാണ് ഗലാത്യ ലേഖനത്തിൽ. ഗലാത്യൻ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നുഴഞ്ഞു കയറി വന്ന യഹൂദന്മാർ ഈ വിശ്വാസത്താൽ കൃപയാലുള്ള രക്ഷ മതിയാകില്ല, മറിച്ച് നിങ്ങൾ പരിച്ഛേദന ചെയ്ത് അബ്രഹാമി ഉടമ്പടിയുടെ ഭാഗമാകണമെന്ന് പറഞ്ഞ് അവിടെയുള്ളവരെ പരിച്ഛേദന ചെയ്യിക്കുവാൻ തുടങ്ങി. ഇതിനെതിരായിട്ടാണ് പൗലോസ് ശ്ലീഹ ആ ലേഖനം എഴുതുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്കുള്ള സ്വാതന്ത്ര്യം അത് വീണ്ടും നിങ്ങൾ അടിമപ്പെടുത്തി കളയരുതെന്നും ഇത്തരത്തിലുള്ള മതത്തിന്റെ ആചരണങ്ങളുടെ ആവശ്യം ഇനി ഇല്ല എന്നും ഗലാത്യ ലേഖനത്തിൽ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കെ വീണ്ടും അടിമനുഖത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നവർ ശിക്ഷാവിധി ചുമക്കും, അവർ ശപിക്കപ്പെട്ടവരാകുന്നു. ഇതാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി നിങ്ങൾ അറിയിക്കുന്നെങ്കിൽ അവൻ ശാപഗ്രസ്തനാണ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ യഹൂദ മതത്തിന്റെ അടിയിലേക്ക് പിന്നെയും വലിച്ചുകൊണ്ട് പോകുന്ന ഓരോരുത്തരും ശാപഗ്രസ്തരാകുന്നു എന്നാണ് പറയുന്നത്. അത്രേ ഉള്ളൂ. അല്ല, അങ്ങനെയെങ്കിൽ ഈ ഒറ്റ ചോദ്യം കൂടി, അതായത് ന്യായപ്രമാണം നമുക്കറിയാം, മോശെ ന്യായപ്രമാണം, പഞ്ചഗ്രന്ഥങ്ങള് തുടർന്നുള്ള പുസ്തകങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പറയുന്നത് അങ്ങനെയെങ്കിൽ അതിന്റെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് പോയാൽ ശപിക്കപ്പെട്ടവരെന്ന് പറയുമ്പോൾ ഈ അപ്പോക്രിഫ ഈ പുസ്തകങ്ങൾ അതിനെ പോലും യഹൂദന്മാർ പോലും അവര് ഉദ്ധരിച്ചിരുന്നത് ഇല്ലയോ നമുക്കറിയത്തില്ല. എനിക്കറിയില്ല കേട്ടോ, ഒന്നാമത്തെ കാര്യം. അപ്പോ ഈ പുസ്തകങ്ങള് ഞാൻ ചില ഭാഗങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോ ഈ പുസ്തകങ്ങളെ ഉദ്ധരിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ പുസ്തകങ്ങളെ എടുക്കുകയും അതിനെ ബൈബിളോട് കൂട്ടിച്ചേർക്കുകയും പിന്നെ അതിനെ വായിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ അത് കറക്റ്റ് അല്ലേ? ആ അടിമനത്തിന്റെ കീഴിൽ തന്നെയല്ലേ അപ്പൊ ഈ പുസ്തകങ്ങളെ അനുസരിക്കുന്നവർ പോകുന്നത്? അങ്ങനെയുള്ളവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയല്ലേ അത്? ഞാൻ അതിന് ഉത്തരം പറയുന്നില്ല. അത് ശ്രോതാക്കൾ തീരുമാനിക്കട്ടെ. താങ്ക് യു. പോവാണ്. ബഹുമാനായ പാസ്റ്ററെ, ചോദ്യങ്ങൾ കഴിഞ്ഞ അടുത്ത ആരാണ് വിളിക്ക് ചെയ്യാമോ? ഒരു ചെറിയ കാര്യം ആഡ് ചെയ്യാമോ? അതെ, അങ്ങേക്ക് കൂടെ പ്രഭാഷണം അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട്. അല്ല, നമുക്ക് ഈ റൗണ്ട്, ഞാൻ ഈ റൗണ്ടിന്റെ ഒരു സെക്കൻഡ് ഒരു മോഡ് എന്ന നിലയിൽ ഇടപെടിക്കണം. നമുക്ക് ഈ റൗണ്ടിൽ ചോദ്യങ്ങളായിട്ട് ചോദിക്കണമെന്ന് നിർബന്ധമില്ല. ഈ ഇന്ററാക്ഷൻ റൗണ്ടിൽ പ്രഭാഷണമല്ലാതെ ഈ ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ നിരീക്ഷണവും പങ്കുവെക്കാം. ചോദ്യമായിട്ട് ചോദിക്കണമെന്ന് നിർബന്ധമില്ല. ഷിബു പീഡിയക്കൽ പറഞ്ഞത് ഒരു കാര്യം കൂടെ പറയട്ടെ. അദ്ദേഹത്തിനോട് ഞാൻ ചാറ്റ് എഴുതിയായിരുന്നു. സംസാരിക്കാമോ? അത് താങ്കളാണ് അടുത്ത മുഖ്യ പ്രഭാഷകൻ. ഇന്ററാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. ഞാൻ പറയേണ്ടതൊക്കെ ആദ്യം പറഞ്ഞു. പക്ഷേ ഷിബു പീഡിയക്കൽ പറഞ്ഞത് ഞാൻ സശ്രദ്ധം കേട്ടത് വെച്ച് ചില കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. ഞാൻ പറയാനുള്ളത് ആദ്യം പറഞ്ഞു, അതിനുശേഷം അദ്ദേഹം പറഞ്ഞു. എനിക്ക് അദ്ദേഹം പറഞ്ഞതിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ ഉള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ചോദിച്ചോളൂ. താങ്കളുടെ വ്യൂ പോയിന്റ് അവതരിപ്പിക്കാനുള്ള ഒരു അവസരവും നമ്മുടെ ഷെഡ്യൂളിൽ ഉണ്ട് കേട്ടോ. ഫൈ ബ്രദറെ കാണുന്നില്ല. ഫൈ ബ്രദറിനെ ഒന്ന് വിളിക്കണേ. ആശാനെ ഫൈ ബ്രദർ ഒന്ന് വിളിക്കണേ. ഞാൻ കാണുന്നില്ല. ഫൈവ് ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. താങ്കൾ ഇപ്പൊ ഇന്ററാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞോളൂ. താങ്കൾക്ക് ആവശ്യമെങ്കിൽ താങ്കൾക്ക് ടൈം സ്ലോട്ട് ഉണ്ട് എന്ന് കൂടെ സൂചിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു. പറയാമോ? പറഞ്ഞോ. രണ്ട് രീതിയിൽ, ഒന്ന് ഇന്ററാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുകയോ ഉത്തരവൊക്കെ ലഭ്യമാക്കാം. താങ്കൾക്ക് ആവശ്യമെങ്കിൽ ഒരു ടൈം സ്ലോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം. ഷിബു പീഡിയക്കൽ അവറുകൾ സഹോദരൻ പറഞ്ഞായിരുന്നു ഡെഡ് സീ സ്ക്രോളിനെ കുറിച്ച് അദ്ദേഹം വളരെ വിചാരമായിട്ട് പറഞ്ഞു. യാക്കോബ സഭയിലെ യേശു മാറത്താനാസിയോസാനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹം ഹാക്കൻ സാക്കിൽ ഒരു പള്ളിയൊക്കെ ഉണ്ടാക്കി ഈ പൈസ കൊണ്ട്. അപ്പോൾ ഈ ഡെഡ് സീ സ്ക്രോളുകളെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞ സമയത്ത് അപ്പോക്രിഫ ഒരു സ്ക്രിപ്ചറായി ഡെഡ് സീ സ്ക്രോളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കാണുന്നില്ല. അപ്പോക്രിഫ ഡെഡ് സീ സ്ക്രോളിൽ ഉണ്ടോ എന്നുള്ളതിനെ പറ്റി ഒരു ഉദ്ധരണി പോലും അതിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം അവിടെ എന്തുകൊണ്ട് അതെടുത്ത് ഡെഡ് സീ സ്ക്രോളിനെ കുറിച്ച് എടുത്ത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം വളരെ വാചാലമായിട്ട് യാക്കോബ സഭയുടെ അച്ഛനോ അല്ലെങ്കിൽ തിരുമേനിയായ യേശു മാറത്താനാസിയോസിനാണ് ഇത് കിട്ടിയത്. ഈ തെരുവിൽ നിന്ന് കിട്ടി. അദ്ദേഹം അവിടെ കൊണ്ടുവന്ന് വലിയ പള്ളി സ്ഥാപിച്ചു. അത് എല്ലാവർക്കും അറിയാവുന്ന ന്യൂജേഴ്സിയിലെ ഹാക്കൻ സാക്കിലാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഈ പറയുന്ന ഡെഡ് സീ സ്ക്രോളിൽ ഒരു കാര്യവും ഈ അപ്പോക്രിഫയെ കുറിച്ച് പറയുന്നില്ല. അതുപോട്ടെ, അടുത്ത് ഈ അപ്പോക്രിഫ പുസ്തകങ്ങൾ എന്തുകൊണ്ട് പ്രൊട്ടസ്റ്റന്റുകാർ അംഗീകരിക്കാതിരുന്നു? അദ്ദേഹം പറഞ്ഞു അതിന് മാർട്ടിൻ ലൂതർ അല്ലെങ്കിൽ ജോൺ കാലി റിഫോമേഴ്സ്
അവരുടെ തിയോളജി കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇത് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ നടന്നത്? ഈ ബുക്കുകളുടെ വെളിച്ചത്തിൽ പറയുമ്പോൾ ആൾക്കാർക്ക് വിഷമം ഉണ്ടാകരുത്, ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയില്ല. ഈ ബുക്കുകളുടെ വെളിച്ചത്തിൽ അവരുടെ തിയോളജി സ്ഥാപിക്കാനും റോമൻ സഭയിൽ, അതായത് സാർവത്രിക അതെ, ഒരു സഭയിൽ സെക്കൻഡ് ഉണ്ട്. കാരണം ഇദ്ദേഹം വേറൊരു വിഷയം അവതരിപ്പിക്കുക, അതിനൊരു വേറെ അവസരം കൊടു. ഞാൻ പറഞ്ഞതിനോട് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇദ്ദേഹം ഒരു തീർച്ചയായിട്ടും എനിക്കും അത് ബോധ്യം വന്നു. അല്ല, താങ്കൾ ഇപ്പൊ ചെയ്ത ഇൻട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. താങ്കൾക്ക് ടൈം സ്ലോട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. താങ്കളുടെ ടൈം സ്ലോട്ടിൽ താങ്കൾക്ക് അത് അവതരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടും ഇൻട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം ഷുബിച്ചായ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന മറ്റു വിഷയങ്ങൾക്ക് താങ്കൾക്ക് ടൈം സ്ലോട്ട് അനുവദിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അല്ല ഞാനിപ്പോ ഇദ്ദേഹം അതെ അദ്ദേഹം പറഞ്ഞോളൂ. ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു ഡെഡ് സീ സ്ക്രോൾസിൽ അപ്പോക്രിഫ പുസ്തകങ്ങളില്ലെന്ന്. ഇദ്ദേഹം എന്തൊക്കെയാണ് എവിടുന്നൊക്കെയാണ് പഠിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. ഡെഡ് സീ സ്ക്രോൾസിൽ നിന്ന് തോബിത്ത്, സിറാക്ക്, എക്ലീസിയാസ്റ്റിക്കസ് എന്ന് പറഞ്ഞ സിറാക്കിന്റെ പുസ്തകം, സോളമന്റെ ജ്ഞാനം, വിസ്ഡം ഓഫ് സോളമൻ, ഈനോക്കിന്റെ പുസ്തകം, ജൂബിലി പുസ്തകം, 151 സങ്കീർത്തനം, ടെസ്റ്റമെന്റ് ഓഫ് ലേവി, തോബിത്തിന്റെ പുസ്തകം, ബെൻസിറായുടെ പുസ്തകം, ഇതൊക്കെ ഡെഡ് സീ സ്ക്രോൾസിൽ നിന്ന് ഇട്ടിട്ടുണ്ട്. ഡെഡ് സീ സ്ക്രോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് കിട്ടുകയാണ്. അതെല്ലാ പുസ്തകങ്ങളും അതേപടിയോ മുഴുവൻ പുസ്തകങ്ങളും ഡെഡ് സീ സ്ക്രോൾസിൽ ഇല്ല. പക്ഷെ ഡെഡ് സീ സ്ക്രോൾസിൽ അപ്പോക്രിഫൽ ബുക്സും കിട്ടിയിട്ടുണ്ട്. അത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ബിബ്ലിസിസ്റ്റ് ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ബിബ്ലിസിസ്റ്റ് സെപ്പറേറ്റ് ആയിട്ടൊരു വിഷയം അവതരിപ്പിക്കട്ടെ. കാരണം അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അദ്ദേഹത്തിന് ഒരു സെഷൻ കൊടുക്കണം, അതാണ് നല്ലത്. ഡെഡ് സീ സ്ക്രോൾസിനെ കുറിച്ചുള്ള കാര്യം ഞാൻ വായിച്ചിട്ട് ഞാൻ പറയുന്നത്. ബിബ്ലിസിറ്റ് താങ്കളോട് ഞാൻ താങ്കൾ സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞു. താങ്കൾക്ക് സ്വതന്ത്രമായിട്ട് അല്ലല്ല, ഒരു സെക്കൻഡ് ഒന്ന് മ്യൂട്ടി പ്ലീസ്. ബിബ്ലിസിറ്റ് ഒന്ന് മ്യൂട്ടി. താങ്കൾ ഇത്ര വിദ്യാഭ്യാസമുള്ള മനുഷ്യനല്ലേ? താങ്കൾക്ക് ടൈം സ്ലോട്ട് അനുവദിച്ചിട്ടുണ്ട്. താങ്കളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട താങ്കളുടെ നിരീക്ഷണം പങ്കുവെക്കാൻ ടൈം സ്ലോട്ട് അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു ഇന്ററാക്ഷൻ ടൈമാണ്. താങ്കൾ കോൺക്ലേവിൽ പങ്കെടുത്തിട്ടില്ലേ? സെമിനാറിൽ പങ്കെടുത്തിട്ടില്ലേ? ഇപ്പോൾ ഷിബുച്ചാൻ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇന്ററാക്ഷനിലാണ്. താങ്കൾ അതുമായിട്ട് ബന്ധമില്ലാത്ത മറ്റൊരു വിഷയം ആണ്. തീർച്ചയായിട്ടും സബ്ജക്റ്റുമായിട്ട് ബന്ധമുണ്ട്. പക്ഷെ ഷിബുച്ചാൻ അവതരിപ്പിച്ച വിഷയം ഇത് പറയാൻ വിടുന്നില്ലല്ലോ. എന്ത് കഷ്ടമാണ് സുഹൃത്തെ. ഷിബുച്ചാൻ ഇപ്പോൾ അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ പ്രഭാഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഇന്ററാക്ഷൻ ആണ്. ആ ഇന്ററാക്ഷൻ ചോദ്യരൂപത്തിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇന്ററാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ കൗണ്ടറുകൾ നിരീക്ഷണം പങ്കുവെക്കാം. ആ ഒരു അവസരമാണ്. താങ്കൾ അതുമായിട്ട് വ്യത്യസ്തമായ മറ്റൊരു അഭിപ്രായ പ്രകടനമാണ് ഉണ്ടായിട്ടുള്ളത്. താങ്കൾക്ക് അതിന് ടൈം സ്ലോട്ട് കൂടെ ഉണ്ട്. അത് താങ്കൾ മനസ്സിലാക്കാതെ താങ്കൾക്ക് ആ ടൈം സ്ലോട്ട് ഉപയോഗിക്കാം. ആശാൻ ഒന്ന് മോഡ് ചെയ്തിട്ട് ഈ ഷിബുച്ചാൻ പറഞ്ഞ വിഷയങ്ങളിൽ കൗണ്ടറുകളോ ചോദ്യമോ ഉള്ളവർക്ക്, നിരീക്ഷണമോ ചോദ്യമോ ഉള്ളവർക്ക് അനുവദിക്കും പ്ലീസ്. ഇവിടെ ആരും ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ. അതായത് ഈ ബിബ്ലിസിസ്റ്റ് ഇവിടെ പറഞ്ഞ ശിവഭാസ്റ്റർ പറഞ്ഞ പോലെ വസ്തുത വിരുദ്ധമായിട്ടുള്ള കാര്യം ഡെഡ് സീ സ്ക്രോൾസിന്റെ സൈറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എന്താണ് ഡെഡ് സീ സ്ക്രോളിന്റെ സൈറ്റിൽ എഴുതിയിട്ടുള്ളതെന്ന് അറിയോ? ദ ടേം അപ്പോക്രിഫ. ഇപ്പൊ ബിബ്ലി പറഞ്ഞ കാര്യങ്ങൾക്കല്ല ഇന്ററാക്ഷൻ. ഒരു മുഖ്യ പ്രഭാഷകൻ അവതരിപ്പിച്ച വിഷയം താങ്കൾക്ക് പറയാനുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ബിബ്ലിസിസ്റ്റ് ഇതിനെ പിന്നെ നുണ പറഞ്ഞതെന്ന് ബിബ്ലിസിറ്റിന്റെ പ്രഭാഷണം ആയിട്ടില്ല. അദ്ദേഹത്തിന് വരാൻ പോകുന്നുള്ളൂ. താങ്കൾക്കുണ്ടല്ലോ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്തെങ്കിലും ഇന്ററാക്ഷൻ ഉണ്ടോ? ഇല്ല, എനിക്ക് ഡൗട്ട്സ് ഇല്ല. ഓക്കെ, പ്ലീസ് മൂട്ട്. എങ്കിൽ ബിബ്ലിസിറ്റിന്റെ അവസരം വരും. ആ ടൈം സ്ലോട്ടിൽ അദ്ദേഹം സംസാരിക്കും. അതിനുശേഷം ആ ഇന്ററാക്ഷൻ ഇതേപോലെ ഉണ്ടാവും. അതൊന്ന് മനസ്സിലാക്കുക. ഇത് ആരും ഇത് കോൺക്ലേവിൽ പങ്കെടുക്കാത്ത പോലെ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യത്തിൽ ആഡ് ചെയ്യാനായിട്ട് 2 കാര്യങ്ങളാണ് ഉള്ളത്. ജസ്റ്റ് ഒന്ന്, പുതിയ നിയമ പുസ്തകങ്ങളിൽ ഡ്യൂട്രോ കാനോനിക പുസ്തകങ്ങളിൽ നിന്നുള്ള കോട്ടിങ് വന്നിട്ടില്ല. അതൊരു പക്ഷെ അത്ര കാര്യത്തിൽ ഇവര് പരിശോധിക്കാത്തതുകൊണ്ടായിരിക്കും. എന്റെ അറിവ് വേണമെങ്കിൽ വാക്യങ്ങളടക്കം വായിച്ച് കേൾപ്പിച്ചു തരാം. മത്തായി സുവിശേഷത്തിലടക്കം മോർ ദാൻ 50 ടൈംസ് ഡ്യൂട്രോ കാനോനിക പുസ്തകങ്ങളിൽ നിന്നുള്ള റെഫറൻസ് അല്ലെങ്കിൽ ആ ഭാഗത്തു നിന്നുള്ള പാസേജിന്റെ കോട്ടിങ് വന്നിട്ടുണ്ട്. എത്ര പ്രാവശ്യം? മത്തായി സുവിശേഷം മാത്രം. ബൈബിളില് പുതിയ നിയമത്തിൽ അത്യന്തപരന്തം, അതായത് തുടക്കം മുതൽ അവസാനം വരെ ഭാഗങ്ങളിൽ ധാരാളം ഡ്യൂട്രോ കാനോനിക പുസ്തകങ്ങളിൽ നിന്നുള്ള കോട്ടിങ് വന്നിട്ടുണ്ട്. 2, ഡെഡ് സീ സ്ക്രോളിൽ ഈ പറഞ്ഞ ഡ്യൂട്രോ കാനോനിക പുസ്തകങ്ങളായിട്ടൊന്നും ഭാഗം വന്നിട്ടില്ല. അതും ഒരുപക്ഷെ അറിവില്ലായ്മയുടെയാണ്. എസ്തേറിന്റെ പുസ്തകം ഒഴികെ കത്തോലിക്ക സഭ നിലവിൽ ഹോൾഡ് വെച്ചിരിക്കുന്ന 73 പുസ്തകത്തിലെ ഡ്യൂട്രോ കാനോനിക്കൽ എന്ന ഭാഗത്തിലുള്ള എസ്തേറിന്റെ പുസ്തകം ഒഴികെ ബാക്കി എല്ലാത്തിന്റെയും കംപ്ലീറ്റ് ഭാഗമല്ല, ഒരുപക്ഷെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ചെറിയ ഭാഗം അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എസ്തേറിന്റെ പുസ്തകം ഒഴികെ. അതും അല്ലാതെ വേറെ പുസ്തകങ്ങൾ കിട്ടിയിട്ടുണ്ട്. കിട്ടിയെന്ന് വെച്ചാൽ അതിന്റെ ഹീബ്രു അല്ലെങ്കിൽ അരാമിക് മൂലത്തിലുള്ള റൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ വാദവും ഇവിടെ ആരെങ്കിലും കൊണ്ടുവച്ചാൽ അതിൽ തന്നെ നിരർത്ഥകമാണ്. അപ്പൊ സെൽഫ് ഗോൾ അടിക്കലാണ് ഇങ്ങനെയുള്ള വാദങ്ങൾ കൊണ്ടുവയ്ക്കുന്നത്. ഈ ചരിത്രത്തോട് നോക്കിയിട്ട് ഇങ്ങനെ പല്ലിളിക്കില്ലേ ചരിത്രത്തെ എന്നതുപോലെയാണ്. കാരണം ഡെഡ് സീ സ്ക്രോൾ അങ്ങനെ കിട്ടിയിട്ടില്ല എന്ന കാര്യം പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ മുമ്പിൽ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് നിൽക്കാൻ ഡെഡ് സീ സ്ക്രോളിൽ കിട്ടിയിരിക്കുന്നതല്ല, കിട്ടിയ സാധനം ഇരിക്കുകയാണ്. അപ്പൊ പറയാ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ
പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്ന പോലെ നമ്മൾ പറയാറില്ല, അതുപോലെ മാത്രം ആയി മാറുള്ളൂ. കുഴപ്പമില്ല, പറയാം, സ്വാതന്ത്ര്യമുണ്ട്. ദാറ്റ്സ് ഓൾ. അജോ അജോ പ്ലീസ് ടേക്ക് യുവർ മൈക്ക്. അജോ അജോ ഉണ്ടോ? അജോ അജോ ബ്രദർ. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. എനിക്ക് ഷിബു പാസ്റ്ററിനോട് ചോദിക്കാനുള്ളത്, അദ്ദേഹം തന്റെ പ്രഭാഷണത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞൊരു കാര്യമാണ്. അത് ഞാൻ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മുഴുവനായിട്ട് ഓർക്കുന്നില്ല, എന്നാലും ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കാം അതങ്ങനെയാണോ എന്ന്. അതായത് AD 500 എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു, 500 അതിനോടടുത്ത ആ കാലഘട്ടം, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഈ ബൈബിൾ തിരുവെഴുത്തുകളുടെ ആവശ്യം നമുക്കില്ല. അത് പിന്നെന്തോ പിന്നെ അദ്ദേഹം പറഞ്ഞത് എക്സാക്ട് വേർഡ്സ് ഞാൻ ഓർക്കുന്നില്ല, അത് സഭ അത് വിശദീകരിച്ചു തരുമെന്ന് അങ്ങനെ വല്ലതും ആയിരിക്കും. അതായത് ഈ ഒരു കാലഘട്ടം, പ്രത്യേക ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ തിരുവെഴുത്തുകൾ നമ്മൾ നോക്കേണ്ടതില്ലെന്നോ അങ്ങനെ എന്തോ ഒരു അർത്ഥം വരുന്ന പോലെ അദ്ദേഹം സംസാരിച്ചതായിട്ട് തോന്നുന്നു. ഞാനീ ആ ഒരു രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞതെന്ന് തിരുത്തിയിട്ട് അതിന്റെ മറുപടി അദ്ദേഹത്തിന് പറയാം. നന്ദി ജോ ബ്രദർ. ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ബൈബിളിന്റെ മാനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ കയ്യെഴുത്ത് പ്രതികൾ, അതാണല്ലോ ആധികാരികം. അത് ഏറ്റവും ഓൾഡസ്റ്റ് മാനുസ്ക്രിപ്റ്റ് 4-ാം നൂറ്റാണ്ടിൽ നിന്നാണ് കോഡക്സ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ കോഡക്സ് സിനായിറ്റിക്കസും കോഡക്സ് വറ്റിക്കാനസും എന്ന് പറഞ്ഞ 2 കയ്യെഴുത്ത് ഗ്രന്ഥങ്ങളായിട്ടാണ് ബൈബിൾ. ഇത് 4-ാം നൂറ്റാണ്ടിലെയാണ്. അപ്പൊ അതിന് പുറകിൽ പഴക്കമുള്ള കയ്യെഴുത്ത് പ്രതികൾ നമുക്കില്ല. അപ്പൊ 4-ാം നൂറ്റാണ്ടിലെ ആകുമ്പോൾ പുറകിലുള്ള 300 നൂറ്റാണ്ടുകളിൽ നിന്നുള്ള ഒരു കയ്യെഴുത്ത് പ്രതി നമുക്ക് സാക്ഷ്യത്തിനായിട്ടോ രേഖ പരിശോധനയ്ക്കായിട്ടോ ഇല്ല. അപ്പൊ ഇതൊരു കോപ്പിയാണെന്ന് വ്യക്തമാണ്. അപ്പൊ ഒരു പുരാതന കയ്യെഴുത്ത് പ്രതിയുടെ കോപ്പിയാണ്. അപ്പൊ ഈ കോപ്പിയെയാണ് ലോകത്തുള്ള ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. ഈ കോപ്പി ആരുടെ കയ്യിലാണ് ഇരുന്നത്? ഒന്ന് ഓർത്തഡോക്സ് സഭക്കാരുടെ കയ്യിലും ഒന്ന് കത്തോലിക്കരുടെ കയ്യിലിരുന്നു. അപ്പൊ ഈ കത്തോലിക്കരും ഓർത്തഡോക്സുകാരും കോപ്പി എഴുതി സൂക്ഷിച്ചിരിക്കുന്ന ഈ സാധനം ഒറിജിനൽ ആണോന്ന് എങ്ങനെ അറിയും അജോ ബ്രദറെ? ഇത് ശരിയാണോന്ന് എങ്ങനെ അറിയും? ഇത് ഓതന്റിക് ആണോന്ന് എങ്ങനെ അറിയും? അതുകൊണ്ട് ഈ സഭകളെ വിശ്വസിക്കുകയേ തരമുള്ളൂ. അപ്പൊ ഇത് സത്യമായിട്ടും ഇങ്ങനെ തന്നെ ആയിരുന്നു 1-ാം നൂറ്റാണ്ടിലുണ്ടെന്ന് ചോദിച്ചാൽ സത്യമായിട്ടും ഇത് തന്നെയാണ് എന്ന് പറയുന്ന ഈ ഓർത്തഡോക്സ് കത്തോലിക്ക വിഭാഗക്കാരുടെ സാക്ഷ്യം വിശ്വസിക്കുക എന്നല്ലാതെ വേറൊരു മാർഗവും പ്രൊട്ടസ്റ്റന്റുകാരുടെ മുമ്പിൽ ഇല്ല. അതുകൊണ്ട് ബൈബിളിന് സാക്ഷ്യം നൽകുവാൻ ഓർത്തഡോക്സുകാരെയും അതിന് ജാമ്യം നിൽക്കുവാൻ കത്തോലിക്കരെയും പിടിക്കാതെ ഈ ബൈബിളിന് എന്തെങ്കിലും ആധികാരികത ഉണ്ടെന്ന് പറഞ്ഞു നടക്കുന്നത് ശുദ്ധ അബദ്ധമാണ്, ബോഷ്കാണെന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സഭയ്ക്കാണ് ബൈബിളിനേക്കാൾ ആധികാരികതയുള്ളത്. സോ സഭയെ വിശ്വസിക്കുക. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൽ ഞങ്ങൾ സഭയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത്. ബൈബിളിൽ വിശ്വസിക്കുന്നു എന്ന് വിശ്വാസ പ്രമാണത്തിൽ ഇല്ല. സത്യക്രിസ്ത്യാനികളുടെ വിശ്വാസ പ്രമാണത്തിൽ അവർ ബൈബിളിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നില്ല. അവർ പറയുന്നത് ഞങ്ങൾ സഭയിൽ വിശ്വസിക്കുന്നു. കാരണം ബൈബിൾ വിശ്വസിക്കണം, തന്നെ സഭയിൽ വിശ്വസിക്കണം. സഭയാണ് ഈ ബൈബിൾ തന്നത്. ബൈബിളിന്റെ ഒറിജിനൽ കയ്യെഴുത്തുറതി ഒന്നും ലോകത്തില്ല. ജസ്റ്റ് ബിലീവ് ഇൻ ദ ചർച്ച്. അതാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം. തുടർ ചോദ്യം ഉണ്ടോ? അനുവദിക്കുവോ? ചോദിച്ചോ സഹോദര? ചോദിച്ചു. അപ്പൊ അങ്ങനെയാകുമ്പോ ബൈബിൾ എടുത്തു വെച്ചിട്ട് കത്തോലിക്ക സഭയും അല്ലെങ്കിൽ പിന്നെ ഓർത്തഡോക്സ് സഭകളും അവര് എന്തു പറയുന്നോ, എടാ കുഞ്ഞെ ഇതിന്റെ അർത്ഥം ഇന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അപ്പാടെ അംഗീകരിച്ചോണം. ബൈബിളിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്നല്ല, ആ ബൈബിളിൽ എഴുതിയിരിക്കുന്നതിനെ കുറിച്ച് സഭ എന്തു പറയുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലേ? അത് വേറൊരു വിഷയമാണ് അജോ ബ്രദറെ. ബൈബിൾ വ്യാഖ്യാനത്തെ സംബന്ധിച്ച് നിങ്ങൾ ബൈബിൾ വ്യാഖ്യാനിക്കുന്നത്, പക്ഷേ ഞാൻ ബൈബിളിന്റെ ഓതന്റിസിറ്റിയെ പറ്റി പറഞ്ഞ അതൊരു സംവാദത്തിനായിട്ടൊന്നും ഞാൻ പറഞ്ഞല്ല. ഞാൻ പരാമർശനം പറഞ്ഞതേ ഉള്ളൂ. ദ മോസ്റ്റ് ഏൻഷ്യന്റ് കോപ്പി ഇതാണെന്നും അത് 300 വർഷത്തെ മിനിമം 350 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെന്നും ആ ഗ്യാപ്പ് ചർച്ചിന്റെ ഒരു ആധികാരികതയിൽ മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്തുകൊണ്ടാണ് നിങ്ങളുടെ മോസ്റ്റ് ഏൻഷ്യന്റ് മാനുസ്ക്രിപ്റ്റ് AD 4-ാം നൂറ്റാണ്ടിലാണല്ലോ. അപ്പൊ പുറത്തെ നൂറ്റാണ്ടുകൾ എങ്ങനെ കവർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭയെ ചൂണ്ടിക്കാണിക്കാനേ പറ്റുള്ളൂ. വേറെ ഒരു മാർഗവും നമ്മുടെ മുമ്പിൽ ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞു. പിന്നെ വ്യാഖ്യാനത്തെ സംബന്ധിക്കുന്ന ഒരു സംവാദം ഇല്ല. അത് വേണം ഇവര് ഈ റൂമുകാർ വേറെ ടോപ്പിക് വെക്കാണ്, നമുക്ക് അത് ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു പാസ്റ്റർ, താങ്ക് യു.